അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ശരീഅത്ത് നിയമങ്ങൾ മുഴുവൻ പാലിക്കുന്നവരാണെന്നും എന്നാൽ കേരളത്തിലെ സമസ്തക്കാരുടെ ഏറ്റവും വലിയ വലിയായ കുത്തുബുൽ ആലം എന്നും മുദബ്ബിറുൽ ആലം എന്നും അവർ പരിചയപ്പെടുത്തുന്ന CM മടവൂർ എന്ന വ്യക്തി ശരീഅത്തിൻ്റെ നിയമങ്ങൾ യാതൊന്നും പാലിക്കാത്ത ആളായിരുന്നു എന്നുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം സംസാരിച്ചു നിർത്തിയത്. അയാൾ ശരീഅത്തിൻ്റെ നിയമങ്ങൾ യാതൊന്നും പാലിച്ചിരുന്നില്ല എന്നു മാത്രമല്ല, ഈ രാജ്യത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഈ രാജ്യത്തിലെ നിയമ സംവിധാനങ്ങൾക്ക് പോലും യാതൊരു വിലയും കൽപ്പിക്കാതെ ജീവിച്ചിരുന്ന ഒരു താന്തോന്നിയായിരുന്നു CM മടവൂർ എന്ന വ്യക്തി. അതിൻ്റെ ഏതാനും ഉദാഹരണങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആദ്യമായി CM മടവൂരിൻ്റെ ഏറ്റവും വലിയ മുരീദുമാരിൽ ഒരാളായിരുന്ന പാനൂർ മൂസ മുസ്ലിയാർ എന്നൊരു വ്യക്തി പറയുന്നത് കേൾക്കുക. ഞങ്ങൾ ഒരിക്കൽ തൃക്കരിപ്പൂരി ശൈഹുനയോടൊപ്പം പോയി. മടങ്ങി വരുമ്പോൾ നമ്മുടെ തലശ്ശേരി കൊടുവള്ളിയിലെത്തിയപ്പോൾ അവിടെ കുറെ പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും ഒരു വലിയ ജനങ്ങൾ തന്നെ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പൊ ഡ്രൈവർ പറഞ്ഞു, ഇപ്പൊ പോലീസ് കാട്ടും കൈകാട്ടും, വണ്ടി ഓടിക്കരുത് എന്ന് പറയും. എന്റെ വണ്ടി നിർത്താൻ പാടില്ല, ചെയ്യും വന്ന് ഞങ്ങളെ കൂടെ ഉണ്ട്. വണ്ടിയിൽ അങ്ങനത്തെ മമ്മൂട്ടി മുപ്പൻ ഗുരിക്കളി ഇതെല്ലാം ഉണ്ട്. എന്റെ വണ്ടി നിർത്താൻ പാടില്ല. ഞങ്ങൾക്കെല്ലാം ഭയപ്പെട്ടു. അങ്ങനെ പോലീസ് എത്തി, നിർത്തുന്നു. എന്റെ വണ്ടി ഓടിക്കാൻ അധികാരമില്ല, നിർത്താനുള്ള അധികാരമില്ല എന്ന് ഒരു പോലീസുകാരനോട് പറഞ്ഞപ്പോൾ പോലീസുകാരൻ DSPO മേലുദ്യോഗസ്ഥൻ അവിടെ ചെന്ന് പറഞ്ഞു. അയാളങ്ങോട്ട്, ഞാൻ നിന്നോടും പറയുന്നു എന്റെ വണ്ടി നിർത്താൻ പാടില്ല. അങ്ങനെ അദ്ദേഹം രണ്ട് കൈയും കുപ്പി അവർക്ക് പോകാൻ വേണ്ടി അവിടുന്ന് ഒരു റോഡുണ്ട് തലശ്ശേരിക്ക് ബീവിന്റെ പുറക്ക് പോകാൻ. ആ സൗകര്യം ചെയ്തു കൊടുത്ത് അദ്ദേഹം വീട്ടിലേക്ക് ഞങ്ങളോട് ഒരുമിച്ചു വന്ന അനുഭവവും ഇങ്ങനെ എത്രയോ അനുഭവം ഈ സാധുവായ എനിക്കുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഈ സാധുവിന് തന്നെ ഉണ്ട് എന്നാ പോയി പറയണത്. എന്താ സംഭവം? ഇയാളും മടവൂരും മമ്മൂട്ടി മൂപ്പനും മോഹൻലാൽ മൂപ്പനും എല്ലാം കൂടി ഒരിക്കലും വണ്ടിയിൽ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് വരികയാണ്. അപ്പൊ തലശ്ശേരി ഭാഗത്തെത്തിയപ്പോൾ പോലീസ് കൈ കാണിച്ചു. അവിടെ ഭയങ്കര ജനക്കൂട്ടും. പോലീസ് എന്തെങ്കിലും കാര്യമായി ചെക്കിങ്ങിലായിരിക്കും. അതിനനുസരിക്കല് നമ്മളെ ബാധ്യതയുള്ള ഒരു പൗരൻ എന്നുള്ളവർക്ക് പോലീസ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും ചെക്ക് ചെയ്യായിരിക്കും. അപ്പൊ ഇയാൾ പറയാണ്, എന്റെ വണ്ടി നിർത്താൻ പോലീസിന് അധികാരമില്ല. ഇയാൾ ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റോ? ഒരു തലക്ക് കിർക്ക് വായിച്ച് നടക്കുന്ന ഒരു മൂല്യര് അയാളെ വണ്ടി നിർത്താൻ പോലീസിന് അധികാരമില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ആരാണ്? ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും മുകളിലാണോ ഇയാള്? അങ്ങനെ ഒരു പോലീസുകാരൻ വന്നപ്പോൾ പോലീസുകാരനെ നിനക്ക് ചൂടായി, എന്റെ വണ്ടി നിർത്താൻ അധികാരമില്ല. പോലീസുകാരൻ സാധു ഇത് ഏതായി സാധനം എന്നറിയില്ലോ. അങ്ങനെ DYSPന്റെ അടുത്തേക്ക് പോയി. DYSP വന്നപ്പോൾ DYSPന്റെ നിനക്ക് ഇയാൾ തട്ടിക്കയറി. എന്നോടും കൂടിയാണ് ഞാൻ പറയണത്, എന്റെ വണ്ടി നിർത്താൻ പെടുത്ത പോലീസിന് അധികാരമില്ല. അപ്പൊ DYSPക്ക് മനസ്സിലായത് എന്തോ ഒരു തലക്ക് വെളിവില്ലാത്തൊരു ചങ്ങായിയാണ്. ഈ വള്ളിക്കെട്ടിന്റെ പിന്നാലെ കൂടി കഴിഞ്ഞാൽ ബാക്കിയുള്ള പണി നടക്കൂലെന്ന് മനസ്സിലായപ്പോൾ ഒരു അരിവ് കൂടിയാണ് വിട്ടുവെന്നായി പറയണത്. അപ്പൊ സുഹൃത്തുക്കൾ, ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ ഒരു നിയമം ഇയാൾക്ക് ബാധകല്ല. ശരീഅത്തിന്റെ നിയമങ്ങൾ എന്തായാലും ബാധകല്ല. നിസ്കാരം ബാധകല്ല, നോമ്പ് ബാധകല്ല, മറ്റുള്ള നിസ്കാരം നോമ്പൊക്കെ കൊളാക്കി നടക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇയാൾക്ക്. എന്നാൽ ഇവിടുത്തെ ഒരു ഭരണ നിയമ സംവിധാനങ്ങളുണ്ടല്ലോ, അതിന്റെ നിയമങ്ങളും ഇയാൾക്ക് ബാധകല്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഈ പോലീസ് കൈ കാണിക്കുമ്പോൾ പോലീസിന്റെ നിരക്ക് തട്ടിക്കയറുക, എന്റെ വണ്ടി നിർത്താൻ അധികാരമില്ല എന്ന് പറയാ, പോലീസ് കൈ കാണിക്കുമ്പോൾ വണ്ടി നിർത്താതെ പോവുക, ഇത് ഇയാളെ സ്ഥിരം ഹോബിയായിരുന്നു. അടുത്ത് വരട്ടെ. ഒരു രാഷ്ട്രീയക്കാരൻ CM വലിയുള്ളാഹിയെ ഒരു പ്രശ്നത്തിൽ ഒരു പോലീസ് കൊണ്ടുപോയി. അപ്പൊ ആ സങ്കടം പറഞ്ഞ രാഷ്ട്രീയക്കാരന്റെ അടുത്ത് CMന്റെ ഒരാൾ ചെന്ന്, അന്ന് മൊയിലേര് എന്നാണ് പറയാം CMനെ, കോഴിക്കോട് ജില്ലയിൽ. മൊയിലേരെ പോലീസ് വിളിച്ചിരിക്കണം. എന്തിനാ വിളിച്ചത്? അത് മൊയിലേരെ വണ്ടിയിൽ സ്വർണ്ണുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടിയപ്പോ അവര് റോട്ടിലിറങ്ങി വണ്ടി കൈ കാണിച്ചപ്പോ വണ്ടി നിർത്തിയില്ല. അപ്പൊ അവര് പിടികൂടി അങ്ങനെ കൊണ്ടുപോയതാണ്. മൂല്യർക്ക് അത് കിട്ടണം എന്ന് പറഞ്ഞ മൂല്യർക്ക് അത് കിട്ടണമായി ചെയ്തിട്ടല്ലേ. അപ്പൊ ഇയാളെ മടവൂരിനെ ഒരിക്കൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുത്തി. എന്താ കാര്യം? ഇയാളെ വണ്ടിയിൽ സ്വർണ്ണക്കള്ളക്കടത്തുണ്ട് എന്ന് ആരോ ഇൻഫർമേഷൻ കൊടുത്തു. സ്വാഭാവികമായും പോലീസിന്റെ ബാധ്യതയാണ് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പരിശോധിക്കണമല്ലോ. പോലീസ് കൈ കാണിച്ചു ഇയാളെ വണ്ടിക്ക്, ഇയാളെ വണ്ടി നിർത്താതെ പോയി. പോലീസ് പിന്നാലെ പോയിട്ട് പിടിച്ചു, ഉറപ്പല്ലേ? കാരണം ഇയാളെ വണ്ടിയിൽ സ്വർണം കള്ളക്കടത്തുണ്ടെന്ന് ആരെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുക, പോലീസ് പിന്നെ അങ്ങനെ കൈയ്യട്ടി നോക്കിക്കണ. സ്വാഭാവികമായും പോലീസ് കൈ കാണിക്കും. അപ്പൊ ഇയാൾ എന്താ ചെയ്യേണ്ടത്?
നിർത്തി കൊടുക്കണം. എന്താ അത് തെറ്റായ ഇൻഫർമേഷൻ ആയിരുന്നു, എൻ്റെ വണ്ടി നിങ്ങൾക്ക് പരിശോധിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, ആ നിയമത്തിന് കീഴൊതുങ്ങി കൊടുക്കണം. അതിന് പകരം ഇയാൾ പറപ്പിച്ചു വിട്ട് പോലീസിന് സംശയം ഒന്നും കൂടി പിന്നാലെ പോയി പിടിച്ച് സ്റ്റേഷനെ കൊണ്ടുപോയി. അതന്നെയല്ലേ ചെയ്യേണ്ടത്? കൊണ്ടുപോയി മാത്രമല്ല, കുഞ്ചിരുത്തിട്ട് അടിനാമിക്ക് 4 കുത്തു കൊടുക്കണം ആദ്യം, എന്നിട്ടേ കൊണ്ടാക്കാൻ പാടുള്ളൂ. കാരണം പോലീസ് കൈയാണിച്ചിട്ട് നിർത്താതെ പോയതല്ലേ. അപ്പൊ ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുത്തുബുൽ ആലമാട്ടെ, മുദബ്ബറുൽ ആലമാണ്, ഇയാൾക്ക് ഇറങ്ങി പോരാനൊന്നും വയ്യ. സൗദി ജയിലിൽ നിന്ന് ഏതൊരു ചെങ്ങായിനെ നട്ടപ്പാതിരാക്കി ഇറക്കി കൊടുക്കുന്ന ആളാണ്. ഇയാൾക്ക് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി പോരാൻ വയ്യ. അങ്ങനെ അനുയായി പോയിക്കണ്ട് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത് പോയിക്കണ്ട് പരാതി പറഞ്ഞു. അപ്പോൾ ഇവര് ധാരണ എന്താ, ഈ രാഷ്ട്രീയക്കാരെല്ലാവരും ഈ മടവൂരിന്റെ മാരെ ഇങ്ങനെ തമ്മാടുത്ത് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാന്നാ. അയാളോട് പോയി പറഞ്ഞു, ഇങ്ങനെ മടവൂരിനെ പോലീസ് പിടിച്ചിട്ടുണ്ട്, എന്താ കാര്യം? മടവൂരിന്റെ വണ്ടിയിൽ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലീസ് കൈയാണിച്ചു, മടവൂർ നിർത്താതെ പോയി. അപ്പൊ അയാൾ ന്യായമായിട്ടും പറഞ്ഞത് അയാൾക്കത് കിട്ടണം, ഇവിടുത്തെ പോലീസിനനുസരിക്കൽ പൗരന്റെ ബാധ്യതയല്ലേ, പോലീസ് കൈയാണിച്ചാൽ നിർത്താതെ പോലാണ്, അയാൾക്കത് കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ ഒരു സത്യസന്ധനായ ഒരു മനുഷ്യൻ, രാജ്യത്തിനോട് കൂറുള്ള ഒരു രാഷ്ട്രീയക്കാരൻ പറയേണ്ടത് അങ്ങനെ തന്നെയല്ലേ? അയാൾ അങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞതിന്റെ പേരിൽ ഈ ചെങ്ങായി നിയമം ലംഘിച്ചു. ആര്? മടവൂര് നിയമം ലംഘിച്ചു എന്ന് മാത്രമല്ല, ആ നിയമലംഘനത്തിന് കൂട്ടി നിൽക്കാത്ത രാഷ്ട്രീയക്കാരന് എന്ത് സംഭവിച്ചു? ഈ പകരയിലെ പൊട്ടൻ തന്നെ പറട്ടെ. മോലിയർക്ക് അത് കിട്ടണം എന്നുള്ള വാക്ക് സിഎമ്മിനെ പറ്റി ഒരാൾ പറഞ്ഞു, ഓന് സൂലാക്രമത്തല്ല പറയുന്നുണ്ടാവും ഉറപ്പ്. അപ്പൊ ഇയാൾക്ക് വലിയ സങ്കടമായി. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ ഇതാരാണെന്ന് മനസ്സിലായി. അവർ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ അവർ കസേല കെട്ടുകൊടുത്ത് അവർ ബഹുമാനത്തോടുകൂടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. നേരെ സിഎമ്മിന്റെ അടുത്ത് ഈ കഥ പറഞ്ഞു. ഓന്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോ ഓൻ പറഞ്ഞത് ഇങ്ങനെയാണ്, മോലിയർക്ക് അത് കിട്ടണം എന്നാണ്. ഉടനെ തന്നെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ആരും നീരുമില്ലാത്ത സ്ഥലത്ത് പോയി അവന് ചാവാം, ആരും നീരുമില്ലാത്ത സ്ഥലത്ത് പോയി അവന് ചാവാം. അങ്ങനെ തന്നെ ഉണ്ടായത്. ഒരു ദൂര സ്ഥലത്തേക്ക് അയാൾ പോയതായിരുന്നു, അവിടെ നിന്ന് അയാൾ മരിച്ചുപോയി. ആരുമില്ല, അയാളെ റൂമിൽ ആരുമില്ല, നീരുമില്ല, വെള്ളമില്ല, അങ്ങനെ മരിച്ചുപോയി. എന്താ ഇപ്പൊ സംഭവിച്ചത്? ആ രാഷ്ട്രീയക്കാരെന്ത് പറഞ്ഞു? മൂലയർക്കത് കിട്ടണം, അയാൾ നിയമം ലംഘിച്ചിട്ടല്ലേ, പോലീസ് കൈ കാണിച്ചാൽ നിർത്തി കൊടുക്കണ്ടേ, അയാൾ നിർത്താതെ അങ്ങനെ പറപ്പിച്ച് വിടല വണ്ടി, അയാൾ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അയാൾക്കത് കിട്ടണം എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ പേരിൽ അയാൾക്കുണ്ടായ ദുരനുഭവം, ദുരന്തം ഈ വക്കാലത്തായിട്ട് വന്ന ഈ അനുയായി മടവൂരിനോട് പോയി പറഞ്ഞു, ഇങ്ങനെയാണ് ഇപ്പൊ അയാളെ രാഷ്ട്രീയക്കാരൻ പറഞ്ഞതെന്നുള്ളത്. അപ്പോഴൊക്കെ സ്റ്റേഷനിൽ നിന്ന് സംഭവിച്ചേക്കണ്. പോലീസുകാർ വന്ന് നോക്കുമ്പോൾ ഓർക്ക് മനസ്സിലായി ഇത് തലക്ക് വെളിവില്ലാതെ നടക്കുന്ന ഒരു മൂല്യരാണ്, ഇയാളെ ലോക്കപ്പിലിട്ട് കഴിഞ്ഞാൽ ഞമ്മക്ക് ബാധ്യതയാവും, ഞമ്മക്ക് പണിയാവും. അതുകൊണ്ട് ഒരു ഉപദേശമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ തലക്ക് സുഖമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ വണ്ടി വെട്ടിക്കണം നടക്കരുത്, പെരി പോയി ഇരുന്നോളി, മരുന്നൊക്കെ കൊടുത്തുകൊണ്ട് സുഖമായിട്ടൊക്കെ പുറത്തേക്ക് വിട്ടാൽ മതി, ഇതൊക്കെ ഉപദേശം ഉണ്ടാവും. അങ്ങനെ അവിടെ കൊണ്ടാക്കി പറഞ്ഞയച്ചു. പക്ഷെ ഇത് കേട്ട മടവൂര് രാഷ്ട്രീയക്കാരെ ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ട മടവൂര് ഒരു ശാപം, ഉഗ്രശാപം. ഇത് അവന് ആരും നീരും ഇല്ലാത്ത സ്ഥലത്ത് പോയി ചാകാം. അങ്ങനെ തന്നെ സംഭവിച്ചു. ഒരാളും ഇല്ലാത്ത, ഒരു തുള്ളി വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ആ രാഷ്ട്രീയക്കാരൻ ചത്തു. ഏത് രാഷ്ട്രീയക്കാരനാണാവോ? ഈ പകരനോട് ആരെങ്കിലും തള്ളി മറിച്ചതായിരിക്കും. ഫുള്ള് ഇയാൾ കേട്ടിമ പറലാണ്. ഞാൻ വരുന്നുണ്ട് ലാസ്റ്റിക്ക് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏത് രാഷ്ട്രീയക്കാരനെ ചങ്ങായത്? അങ്ങനെ ആരും നീരും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഒരു ചത്ത രാഷ്ട്രീയക്കാരൻ നമ്മളാരും കേട്ടിട്ടില്ല. കോഴിക്കോട് അങ്ങനെ സംഭവം ഉണ്ടായിണ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അയാൾ ചെയ്ത തെറ്റ്? നിങ്ങളെ ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് കിറുക്കന്മാര് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തോന്നിയാസങ്ങൾക്കും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും നിയമപാലകരും ഭരണകൂടവും ജനങ്ങളും കൂട്ടു നിൽക്കണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങൾ കുറച്ച് തലച്ചോറില്ലാത്ത മൂല്യന്മാരെ അതിന് പിന്നാലെ തൂങ്ങിക്കൊടുത്തോളി, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അനുസരിച്ച് നടക്കണം. അതാ നിങ്ങൾ ഈ പറയണത് തന്നെ. ഇനി ഇരിക്കട്ടെ, അതങ്ങനെ ഇയാൾ സ്ഥിരമായി നിയമം ലംഘിക്കുന്ന ഒരാളാണ്. ബാക്കിയുള്ളവരുടെ അവസ്ഥ എങ്ങനെ തന്നെയായിരുന്നു. ഇയാളെ കാണാൻ വരുന്ന ആൾക്കാരോടൊക്കെ ഇയാൾ ഈ നിയമലംഘനത്തിന് പ്രോത്സാഹിപ്പിച്ചിരുന്നു. കേട്ടോളി. ഇത് എൻ്റെ കൂടെ വന്നൊരുത്തുണ്ട്, എൻ്റെ കാറിൽ വന്നൊരുത്തുണ്ട്. ഓൻ ഉപ്പ ഇപ്പൊ അങ്ങാടിയിലെല്ലാം ഒന്ന് പോയിങ്ങി വരുവാണ്, വണ്ടി ഓടിക്കില്ല. അയാളെ പണി ഗുഡ്സ് ഓടിക്കല. ഗുഡ്സ് ഇങ്ങനെ ഓടിക്കും, നമ്മളെ ഗുഡ്സില്ലേ അതിലിങ്ങനെ പോകും. അയാള് ലൈസൻസ് എടുക്കേണ്ട സമയത്ത് പോകും, ഇങ്ങനെ ഗുഡ്സ് ഓടിക്കല, ലൈസൻസ് എടുക്കണം. നമുക്ക് ലൈസൻസ് വേണ്ട, വണ്ടി ഓടിക്കാം. അയാൾക്ക് വയസ്സ് ഇപ്പൊ 65, ഇന്ന് വരെ അയാൾക്ക് ലൈസൻസ്. ഇമ്മരിച്ചാൽ ഞാൻ 20 കൊല്ലം മുന്നേ പരിചയപ്പെടുന്നത്. അന്ന് ഇയാള് ലോക പാച്ചാൽ അങ്ങാടി കൂടി ഗുഡ്സായിട്ട്. അന്ന് ഇയാൾക്ക് എന്തില്ല, ഞാൻ പറയല്ല മനസ്സാ പിടിച്ചാലോ, ഏയ് ശേഖന പറഞ്ഞിക്കെന്ത് അയാൾ ഈ നോക്ക്, നിങ്ങൾക്ക് ലൈസൻസ് വേണ്ട, വണ്ടി. എന്താണ് സഹോദരങ്ങളെ ഇവന്മാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഗുഡ്സ് ഓടിക്കുന്ന ഒരു ചങ്ങായി. അപ്പൊ അയാൾ ലൈസൻസ് എടുക്കാൻ നേരത്തെ മടവൂരിന്റെ അടുത്ത് പോയി കണ്ട് ഒരു അഭിപ്രായം പറഞ്ഞു, നിങ്ങൾക്ക് ഗുഡ്സ് ഓടിക്കലാണ് പണി, ലൈസൻസ് എടുക്കാൻ പോണേ. ഏയ് നിങ്ങൾക്ക് ലൈസൻസ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ. അത് പറയാൻ ഇയാൾ ആരാണ്? മടവൂരാരാ? ഇവിടെ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായാലേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ.
അങ്ങനെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ വണ്ടി ഓടിക്കണമെങ്കിൽ ലൈസൻസ് എടുക്കണം, പിന്നെ വണ്ടിന്റെ കുറെ പേപ്പറുകൾ ശരിയാക്കണം. ഇതൊക്കെ ഈ രാജ്യത്തിന്റെ നിയമമാണ്, എല്ലാ രാജ്യത്തിന്റെ നിയമമാണ്. അത് അനുസരിക്കൽ ഈ രാജ്യത്തെ ഒരു പൗരന്റെ ബാധ്യതയാണ്. അയാൾക്ക് എന്താ ലൈസൻസ് എടുത്തോ കുഴപ്പം? ഈ ലൈസൻസ് എന്ന് പറയുന്ന സാധനം 50 കിലോ വലുപ്പമുള്ള സാധനം അതിങ്ങനെ തലയിലേറ്റിങ് നടക്കണം, അല്ലെ അത് ഏറ്റിക്കൊണ്ട് നടക്കാൻ 4 ആളെ വിളിക്കണോ? ട്രൗസർ പോക്കറ്റിൽ തിരികെ വെക്കാൻ പറ്റൊരു സാധനമല്ല, അത് എടുത്തു വെച്ചിട്ട് എന്താ ഈ പ്രശ്നം? ഇങ്ങക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് വേണ്ട, ഓടിച്ചോളി. അങ്ങനെ 65 വയസ്സായ ചങ്ങായി ഇന്ന് വരെ ലൈസൻസ് എടുത്തിട്ടില്ല. അപ്പൊ ആരെങ്കിലും കൈ കാണിച്ചാലോ, എന്നോട് ശരിക്കുറ പറഞ്ഞിട്ടുണ്ട് ലൈസൻസ് വേണ്ട. MVD ഒക്കെ കൈ കാണിച്ചു കഴിഞ്ഞാൽ എന്നോട് മടവൂര് പറഞ്ഞിട്ടുണ്ട് ലൈസൻസ് വേണ്ടെന്ന് പറഞ്ഞാൽ എന്നാ പൊയ്ക്കോ, മടവൂർ അങ്ങനെ പറഞ്ഞോ, എന്നാ പൊയ്ക്കോന്ന് MVD പറയായിരിക്കും. എന്തൊരു ഹമാക്കത്താണ്, എന്തൊരു ജഹാലത്താണ് ഈ മൊല്ലമാര്, ഈ തരലുള്ളിൽ ഒന്നുമില്ലാത്ത തലീക്കെട്ടിട്ട് ഈ പുരോഹിതന്മാര് ജനങ്ങളുടെ മുമ്പിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങള്, ഈ ഇന്ത്യ രാജ്യത്തല്ല പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറയണത് തന്നെ തെറ്റാന്ന് പോലും അറിയാം. അതുകൊണ്ട് മൈക്ക വല്ല മാറ്റി പിടിച്ചിട്ട് സ്വകാര്യത്തിൽ അവൻ സംസാരിക്കണത്. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഗൾഫ് പോയാലോ അവിടെ കുറച്ചും കൂടി കർക്കശ നിയമങ്ങളാണ്. ഈ ട്രാഫിക് നിയമങ്ങളും എല്ലാ നിയമങ്ങളും കുറച്ചും കൂടി കാർക്കശമുള്ള രാജ്യമാണ് ഗൾഫ് രാജ്യം. അവിടെ പോയി കണ്ട് ഇയാൾ കാണിച്ചിട്ട് തമ്മാടി നോക്കി എത്ര സംഭവമാ. ഔലിയാപ്പാന്ന് പറഞ്ഞ ഒരാളുടെ അയാൾ ഇപ്പൊ നാസർ എന്തൊരു പേരാ അയാൾ, ഇവിടെ താനൂരിനടുത്ത്. അയാളെ ഡ്യൂട്ടി ഗൾഫിൽ വണ്ടി ഓടിച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ സപ്ലൈ ചെയ്യല്ലോ, ഓരോ ലൈനിലെല്ലാം ഇങ്ങനെ ഇറക്കി കൊടുക്കാൻ. അപ്പൊ അയാൾക്ക് ഉറക്ക് വല്ലാത്ത വിഷമായി. അപ്പൊ ഷേഖുനന്റെ ആയത്താലത്ത് ഷേഖുനോടൊന്നും പറഞ്ഞു, ഷേഖുന ഞാൻ അങ്ങനെ ഗൾഫിലെല്ലാം പോയി ഇങ്ങനെല്ലാം കുടുംബം പോറ്റുന്ന എന്നോട് ഉറങ്ങിപ്പോന്നു. ഗൾഫിലെല്ലാം വണ്ടിയിൽ ഉറങ്ങിപ്പോയുള്ള അവസ്ഥ നമുക്കറിയാലോ, 100-120 പോകുന്നൊരവസ്ഥയാണ്, വണ്ടിയിൽ ഉറങ്ങിപ്പോകുന്നു. അതുകൊണ്ട് ഷേഖുന അതൊന്ന് ഉറങ്ങാണ്ട് വണ്ടിക്കാരെ ഉറങ്ങാണ്ടിരിക്കാനുള്ളൊരു ഇത് സ്വാഭാവികമായിട്ട് ഷേഖുന അത് വേണ്ടാന്നല്ലേ പറയണ്ടേ. ഷേഖുന അറിയാട്ടോ, നിങ്ങൾക്ക് ഉറങ്ങിയും വണ്ടി ഓടിക്കാം, പോകാം. ഉറങ്ങിയും അതല്ല ഈ മനുഷ്യൻ ഇന്നുണ്ട് ഹയാത്തിൽ. ഇപ്പൊ ഗൾഫ് നിർത്തിട്ടോ, ആ മനുഷ്യൻ പിന്നീട് പറയാ, പിന്നെ ഗൾഫ് പോയിട്ട് നേരെയുള്ള ഇല്ലല്ലോ ഇയാൾ ഇങ്ങനെ പോകുമ്പോ ഇയാൾ ഉറക്കന്നെയാലും വണ്ടി അങ്ങനെ പോക്കന്നെ 5-6 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇയാൾ ഉറക്ക് തെളിയല്. കാരണം കൂടുതലുള്ളവർ പറയും ഞാൻ ഉറങ്ങി അങ്ങനെ വിളിക്കണ്ട, പേടിക്കണ്ട. ആര് പറഞ്ഞിക്ക്, എന്ത് പറഞ്ഞിക്ക് ചോദിക്കട്ടെ. ഇങ്ങനെ ഒരു സംഭവിക്കാം ജീവിതത്തിൽ വേറെ ആൾക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ലടോ, ഇങ്ങനൊരു സംഭവം വേറെ ഒന്നും കേൾക്കൂല. നിങ്ങൾ ഈ പൊട്ടമൂല്യന്മാരുണ്ടല്ലോ തലയിൽ കെട്ടിട്ട് ഓരോ തൊള്ളിയിൽ തന്നെ കേൾക്കുള്ളൂ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. എന്താ പോയി പറഞ്ഞത്? താന്നൂരുള്ള ഒരു ചങ്ങായി എന്തൊരു നാസറോ ഒരു ഔലിയാപ്പ എന്നാ വിളിക്കല്. അപ്പൊ നിലവാരം മനസ്സിലായില്ലേ എത്രത്തോളം അന്തം ഉണ്ടാവും എന്നുള്ളത്. ഈ സമസ്തന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ ഔലിയാപ്പ എന്ന് വിളിക്കണമെങ്കിൽ അത്ര അന്തം കൊട്ടവനായിരിക്കും. തീരെ ഒന്നിനും കൊള്ളാത്ത ഒരു ക്വാളിറ്റി ഇല്ലാത്തവനാണ് ഈ ഔലിയ എന്ന് വിളിക്കല്. അപ്പൊ ചുരുക്കി പറയാൻ ഗൾഫ് പോയി. എങ്ങനെ ഗൾഫ് പോയാവോ? അവിടെ പോയപ്പോ ഇവരൊരു പ്രശ്നം എന്താ വെച്ചാല് ഇവർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങും. വലിയൊരു വിഷയമുള്ളത്. അപ്പൊ എല്ലാരും വിചാരിച്ച് മടവൂര് പറയുന്നത് ആ ഉറക്കം ഇനി വേണ്ട, അത് ഞാൻ ക്യാൻസലാക്കിയിരിക്കുന്നു പറഞ്ഞാൽ ഇയാൾക്ക് ഉറങ്ങാതെ സുഖമായിട്ട് വണ്ടി ഓടിക്കാലോ. പക്ഷെ മടവൂര് പറഞ്ഞത് അതല്ല, അനക്ക് ഉറങ്ങിയിട്ടും വണ്ടി ഓടിക്കാം. എങ്ങനെയുണ്ട്? മുമ്പ് ഇവിടെ ഒരു കോമഡി വായിച്ചിട്ടുണ്ട്. ഒരാൾ ഡോക്ടറെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്ര, പിന്നെ എനിക്ക് ബസ് കയറി കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം വരും. അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്താ പ്രശ്നം, നല്ല സുഖമല്ലേ ബസ് കയറി ഉറങ്ങാൻ, ഉറങ്ങിക്കോ. അപ്പൊ ഇയാൾ ചാടിയിട്ടാണ് ചോദിച്ചു ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വാപ്പ വന്നിട്ട് വണ്ടി ഓടിക്കുമോ? അപ്പൊ ഇയാൾ ഡ്രൈവറാണ്. അപ്പൊ അയാൾ ചിലപ്പോൾ ഈ കഥയുള്ള കഥാപാത്രം മടവൂരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ മടവൂരിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മടവൂർ എന്ത് പറയും? ആ കുഴപ്പമില്ലാച്ച ഉറങ്ങിക്കോ, വണ്ടി ഓട്ടിക്കാണ്ട് ഉറങ്ങിക്കോ. ഏതായാലും ചുരുക്കി പറയാ, ഇച്ചങ്ങായിൻ്റെ പിന്നെ ഗൾഫിൽ പോയിട്ട് പിന്നെ കാലാകാലം ഇയാളെ പരിപാടി തന്നെയായിരുന്നു. ഇയാളെങ്ങനെ വണ്ടി കിടന്നങ്ങനെ ഉറങ്ങും, വണ്ടി അങ്ങനെ ഓടും. 4-5 കിലോമീറ്ററൊക്കെ ചെന്നിട്ടും ഇയാളെങ്ങനെ ഉണരും. ഉണർന്നിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഒന്ന് മൂത്രയിച്ച് കണ്ട് പിന്നെയും കിടന്നുറങ്ങും. വണ്ടി അങ്ങനെ പോകും. ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ വണ്ടിയാണ് നിൽക്കും. ഇത് ഗൾഫിൽ വണ്ടി ഓടിക്കുന്ന കാര്യം പറഞ്ഞാൽ അല്ല നാട്ടിൽ കാളവണ്ടി ഓടിക്കുന്ന കാര്യമില്ല കേട്ടോ. പഴയ കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഈ കാളവണ്ടി ഉണ്ടല്ലോ. ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാളാളങ്ങനെ സ്ഥിരമായിട്ട് പോകും. ഈ വണ്ടിയുള്ള ആളിങ്ങനെ കിടന്നുറങ്ങണം സുഖമായിട്ട്. കാരണം കാള സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടാണ്. കാളക്കറിയാം ലക്ഷ്യസ്ഥാനം എവിടെയാണുള്ളത്, ഇന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട ഇന്ന സ്ഥലത്ത് നിൽക്കണം എന്നുള്ള കാളക്കറിയാം. അപ്പൊ ആ കാളവണ്ടിന്റെ കാര്യമില്ല ഈ പറയണത്. ഗൾഫിൽ ഉറങ്ങിയിട്ട് വണ്ടി ഓടിച്ചു. എന്താണ് ഇവന്മാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങള്? ഗൾഫിൽ ഉറങ്ങിയിട്ട് ഇങ്ങനെ മണിക്കൂറുകളോളം കിലോമീറ്ററുകളോളം വണ്ടി അങ്ങനെ പോണു. ഈ മരപ്പോത്ത് വണ്ടി കിടന്ന് ഇങ്ങനെ ഉറങ്ങണു. എന്താ അവസ്ഥ? ഇതിപ്പോ ഉറങ്ങിയിട്ട് വണ്ടി ഓടിച്ച കഥ. ഇനി 1000 വലിയ ഡേഞ്ചർ കഥയാണ് കേൾക്കാൻ പോണത്. ഒരു പേപ്പറും ഇല്ലാതെ ഗൾഫിൽ തെണ്ടി തിരിഞ്ഞിടുന്ന ഒരുത്തന്റെ കഥ പറയട്ടെ. പകരം വെക്കാനില്ലാത്ത പകരയിലെ പൊട്ടൻ. മൂപ്പരെന്നെ പറയട്ടെ. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വിളിച്ചു. അയാളെന്താ സൗദിയിലെ ഏതൊരു സ്ഥലത്താണ്, ഒരു മുസ്ലിയാരാണ്. അപ്പൊ അയാൾ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു നാട്ടിൽ പോകേണ്ട, എനിക്കൊരു വിസന്റെ സാഹചര്യം ഉണ്ട്, പക്ഷെ നാട്ടിൽ പോയി വരണം. നാട്ടിൽ പോകുമ്പോ ജിദ്ദയിലെത്തണം. അതിന് 1-2-3-4 ചെക്ക് പോസ്റ്റ് കടന്നു പോകണം. ഞാൻ എന്നോ ചാടിയതാണ്. അപ്പോ എന്റെ രേഖ നോക്കിയാൽ ഞാൻ ഉള്ളിലാവും. ഇനി ജിദ്ദയിലെത്തിയാൽ തന്നെ എന്റെ കണ്ണും കൈയൊക്കെ അവർ പകർത്തിയാൽ തിരിച്ചു വരാൻ പറ്റൂല.
അവൻ എന്താ ചെയ്യാ? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് എന്ത് ചെയ്തോളി, CM വലിയുള്ളാക്ക് യാസീനും ഫാത്തിഹ ഓതി ബസ് കയറിക്കോളി, പിന്നെ CM വിളിച്ചോളി. ചെക്ക് പോസ്റ്റൊക്കെ എത്തുമ്പോ ലാ തുദ്രിക്കുൽ അബ്സാർ വഹു യുദ്രിക്കുൽ അബ്സാർ വഹുൽ ലത്തീഫുൽ ഖബീർ എന്നുള്ള ദിക്ർ ചൊല്ലിക്കോളി. അങ്ങനെ അയാൾ നാട്ടിലെത്തി, ചാലിയത്ത് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെ എത്തിയത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങളെ CM നിങ്ങളെ ലാത്തുതിരിക്കും, വല്ലാത്ത CM വല്ലാത്ത ലാത്തുതിരിക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ കഥ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ബസ് കയറി ആദ്യമായി തന്നെ ചെക്കിങ്ങേര് കയറിങ്ങാണ്ട് ആദ്യമായിട്ട് ഇയാളെ പാസ്പോർട്ട് വാങ്ങി. അപ്പൊ നോക്കിയാൽ ആകെ ഡേറ്റ് ടിക്കറ്റ് എടുക്കണത്. ഇയാൾ നോക്കുക, പോലീസ് ഇങ്ങനെ നോക്കുക, നേരെ നോക്കുകയാണ്. ഇപ്പൊ പിടിച്ചിറക്കും. ഇറക്കൂലടോ, CM ആണോ? ഇറക്കൂല. കണ്ണാണ് മഞ്ഞളിച്ചു. അല്ലേ ഓൻ മഞ്ഞളിക്കല്ല, നല്ല ഡേറ്റ് ആണ് കാണും. അവനക്ക് പറ്റിയ ഡേറ്റ് ആണ് കാട്ടി കൊടുക്കും. അതിനുണ്ടാകും. അതിൽ നോക്കിയപ്പോ ശരിയാണ് ഇവിടെ കൊടുത്ത് തന്നെ ഇറങ്ങിപ്പോയി ചെയ്തു. അല്ലാത്ത സഹാണ്. ചെവി പിടിച്ച് പറയിപ്പിക്കും, ഉറപ്പാ. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? ഇത് നാട്ടിലുള്ള അന്തം കെട്ട മൂല്യന്മാർക്ക് ഇത് മനസ്സിലാവില്ല, പ്രവാസികൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും ഈ പറഞ്ഞില്ല പൊട്ടത്തരങ്ങള്. ഇവന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ഇയാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞിങ്ങനെ ഒരു അനുഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാള് ഗൾഫിൽ നിന്ന് കുറെ കാലം മുമ്പ് കഫീലിനെ പറ്റിച്ച് കണ്ട് ചാടിയതാണ്. അങ്ങനെ ചാടിയിട്ട് ഡേറ്റ് തെറ്റിയിട്ടുണ്ട്, ഫുള്ള് പാസ്പോർട്ടും ഇക്കാമും എല്ലാം ആകെ കൊളായി കിടക്കുകയാണ്. അങ്ങനെ ഇയാൾക്ക് വേറെ വിസക്ക് പോകണം, അതിന് നാട്ടിൽ വന്നിട്ട് പോകണം. അങ്ങനെ നോക്കുമ്പോൾ ഇത് ജിദ്ദയിലെത്തുന്നതിന് മുമ്പ് 3-4 ചെക്ക് പോസ്റ്റൊക്കെ കിടക്കണം. ആ ചെക്ക് പോസ്റ്റ് എങ്ങനെ താണ്ടും, എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതാണ് ഇയാള് ഈ ചെങ്ങായിനെ വിളിച്ച് ചോദിച്ചത്. ആരെ? പകരനെ വിളിച്ച് ചോദിച്ചത്. അപ്പൊ പകരന്റെ മറുമരുന്ന് കേട്ടോളി. ഇത് CM-ന്റെ പേര് യാസീൻ ഓതിക്കോ, ഇന്ന് CM-നെ വിളിച്ചും ചെയ്തോ. എന്നിട്ടൊരു ദിക്റ്. എന്താണ് ദിക്റ്? ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഖുർആനിലെ ആയത്താണ്, സൂറത്ത് അൻആം 103. അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ ആയത്താട്ടോ. അള്ളാഹുവിനെ ഒരു കണ്ണും കണ്ടെത്തുകയില്ല, എന്നാൽ എല്ലാ കണ്ണുകളെയും അള്ളാഹു കാണുന്നു. അതും ഈ സിറ്റുവേഷനും ഇയാളും തമ്മിൽ എന്ത് ബന്ധാടോ? ഇയാളെ പോലീസ്, ഇയാളെ രേഖകൾ പോലീസിന്റെ കണ്ണ് മഞ്ഞളിക്കാളെ ദിക്കറാണെന്ത്? ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. എന്തൊരു കൗമ! അത് ഖുർആൻ തോന്നിയതുപോലെ തോന്നിയിലോതുക. എന്നിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ ജിദ്ദയിൽ എത്തുന്നതിന് മുമ്പ് ബസ് കയറിയിട്ട് പോലീസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇയാളെ പാസ്പോർട്ടൊക്കെ ആകെ ഡേറ്റ് എത്തിക്കെടുക്കാണ്. പോലീസ് ആ പാസ്പോർട്ട് ഇങ്ങനെ വാങ്ങിയിട്ട് പകരം കാണിക്കുന്ന രംഗം കണ്ടില്ല. പാസ്പോർട്ട് ഇങ്ങനെ പരിശോധിക്കണം, കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങനെ തിരിച്ചും മുറിച്ചും ഇങ്ങനെ കണ്ണാണാത്ത ആൾക്കാർ ഇങ്ങനെ പരിശോധിച്ചിട്ട് അപ്പൊ കണ്ണങ്ങോട്ട് മഞ്ഞളിച്ചു. ഒക്കെ റെഡി പോയിക്കോ, ഇറങ്ങി പോയിക്കോ എന്ന് പറഞ്ഞു വന്നു. ഇത് KSRTC ബസ്സിൽ നട്ടപ്പാതിലേക്ക് ആ വെളിച്ചമില്ലാത്ത സമയത്ത് ടിക്കറ്റ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണ കാര്യമില്ല ഈ പറയണത് കേട്ടോ. ഗൾഫിൽ ചാടിയിട്ട് അയാൾ ആ കഫീൽ പരാതി കൊടുത്തുണ്ടാവുമല്ലോ, ആ പരാതി അവിടെ രേഖയിൽ ഉണ്ടാവുമല്ലോ, അതൊന്നും ബാധകമല്ല. പാസ്പോർട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ പൊടിച്ചു നോക്കിയപ്പോ കണ്ണം കണ്ട് മഞ്ഞളിച്ചു, ഒക്കെ ബാക്കിയൊക്കെ റെഡിയായി, പോയിക്കോന്ന് പറഞ്ഞു. നമുക്ക് പറയാണ്. ഇല്ലെങ്കിൽ CM മടവൂർ എന്ന് കണ്ട പോലീസിന്റെ ചെവി പിടിച്ചു കണ്ട് തിരിച്ചു കണ്ട് പറടാ സഹ് എന്ന് പറഞ്ഞു പറയിപ്പിക്കും. അങ്ങനെ ഈ ചങ്ങായി കഴിച്ചിലായി എന്നാണ് ഈ പൊട്ടം പറയണത്. കഴിഞ്ഞിട്ടില്ല, ബാക്കി വരട്ടെ. എന്നിട്ട് അങ്ങനെ പിന്നെ അയാൾ ജിദ്ദയിലെത്തി. ജിദ്ദയില് നമ്മള് ഇപ്പൊ യാത്ര ചെയ്തവർക്കൊക്കെ അറിയാലോ, അവിടെ ഇങ്ങനെ ആ കൗണ്ടറിന്റെ അടുത്ത് ഒരാളെ നിൽക്കാൻ പറ്റുള്ളൂ, അപ്പുറത്തെ വരന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് അയാൾ അങ്ങ് പോയിട്ട് അടുത്താക്ക് കയറാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇയാൾ അങ്ങനെ നിൽക്കുക. അങ്ങനെ ആ കൗണ്ടറിലുള്ള ചങ്ങായി പിന്നെ ഈ മുസ്ലിയാരെ മുന്നിലുള്ള ആളാണ് പോയപ്പോ മുസ്ലിയാർ അങ്ങോട്ട് കയറി ഇപ്പൊ കൈയെടുക്കും, കണ്ണെടുക്കും, ഇങ്ങോട്ട് വരാൻ പറ്റൂ, തിരിച്ചു വരാൻ പറ്റൂല 5 കൊല്ലത്തിനെറ്റ്. അപ്പോ ആ ടൈമിൽ CM ഒരു ട്രിക്ക് എടുത്ത്, എന്താ, ഇയാൾ കേസിലാക്കണല്ലോ. ഇയാള് ഈ കൗണ്ടറിലുള്ള ചങ്ങായി അടുത്ത കൗണ്ടറിലുള്ള ചങ്ങായിയുമായിട്ട് സംസാരിച്ചു. ഈ സംസാരം കുറച്ച് നീണ്ടുപോയി. അറബിയാളല്ലേ, അവർക്ക് ജോലിനെ കാണാൻ സംസാരമാണ് കാര്യം. ഓലെങ്ങനെ കമ്പ്യൂട്ടറിനൊക്കെ തൊടുന്നുണ്ടാവും, വർത്താനം പറഞ്ഞുണ്ടാവും. അവിടെയുള്ള ഒരു ലറബാന്ന് എഴുതിയാ കഥബാന്നാവും. എന്നിട്ട് മനസ്സിൽ ഇടങ്ങറാവും. അങ്ങനെ അടിയിൽ വർത്താനം പറഞ്ഞപ്പോൾ അയാൾ 5 മിനിറ്റ് 2-3 മിനിറ്റ് ആയപ്പോ അയാൾ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു പോയി. 1 മിനിറ്റ് അയാൾ ഡ്യൂട്ടി ചെയ്യൂല അറബികള്. അയാളോട് നീച്ചു പോയി. അപ്പൊ ഈ മൊയിലേർ അവിടെ തന്നെ നിൽക്കുകയാണ്, കണ്ണു കൊടുത്തിട്ടില്ല, കൈ കൊടുത്തിട്ടില്ല. അടുത്ത ആൾ വന്ന് അപ്പൊ അത് കഴിഞ്ഞ ആളാണെന്നുള്ള കാര്യം ചോദിച്ചു, ചോദിച്ചു പറഞ്ഞു, പോയി പറഞ്ഞു. അതാണ് CM. കൈ കൊടുത്തില്ല, കാല് കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. നിങ്ങളെ CM വല്ലാത്ത CM, നിങ്ങളെ ലാത്തിരിക്കും വല്ലാത്ത ലാത്തിരിക്കുന്ന എന്ന് പറഞ്ഞതാണ്. അതാണ് CM വലുതാനെ വിളിച്ചോളി എന്തിനും. അങ്ങനെ പിന്നെന്ത് സംഭവിച്ചു? ഈ ചങ്ങായി നേരെ ജിദ്ദ എയർപോർട്ടിലേക്ക് പാഞ്ഞു കയറി. ഇതിനിടങ്ങളിൽ ക്യൂ നിട്ടാ. ഇത് ജിദ്ദ എയർപോർട്ടിൽ ഇങ്ങോട്ട് പോരാൻ ക്യൂക്കണ കാര്യമാണ് ഈ പറയണത്. മാവേലി സ്റ്റോറിൽ പോയിട്ട് അരിക്കും പഞ്ചാരക്കും സഞ്ചിയും തൂക്കിക്കണ കാര്യമല്ല ഈ പറയണത്. ശ്രദ്ധിക്കണം കേട്ടോ, മാറിപ്പോകരുത്.
അങ്ങനെ ജിദ്ദ എയർപോർട്ടിൽ നേരെ കയറിക്കാണ്ട് അവിടെ ഇങ്ങനെ ആ കണ്ണും കാതൊക്കെ പരിശോധിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നു. എടാ പൊട്ട മൂലേരെ, എയർപോർട്ടിൽ കയറണമെങ്കിൽ ബോർഡിംഗ് പാസ് വേണ്ടേ? ബോർഡിംഗ് പാസ് വേണമെങ്കിൽ ടിക്കറ്റ് വേണ്ടേ? ടിക്കറ്റ് കിട്ടണമെങ്കിൽ പാസ്പോർട്ടിന് ശരിയാവണ്ടേ? പാസ്പോർട്ടിന്റെ ഡേറ്റ് ഇല്ലാതെ ഇയാളെ പേരിൽ പരാതി ഇല്ലേ? കഫീൽ കൊടുത്ത പരാതി ഇല്ലേ? ഇതൊന്നുമില്ലാതെ അവിടുന്ന് പോലീസ് ബസ്സിൽ നിന്ന് ക്ലിയർ ആണ് എയർപോർട്ടിന് ഇയാൾ ചാടി വണ്ടിന് നേരെ എയർപോർട്ടിലേക്ക് പാഞ്ഞു കയറി. നമുക്ക് പറയാണ് എയർപോർട്ട് പാഞ്ഞു കയറിയപ്പോ അവിടെ CM ഒരു ട്രിക്ക് കൊടുത്തു, വല്ലാത്തൊരു ട്രിക്ക്. എന്താണ്? ഇയാളെ മുമ്പിലുള്ള ആളെ കണ്ണും കൈ കാലും ഒക്കെ മൂക്കൊക്കെ പരിശോധിച്ചിങ്ങനെ നിൽക്കണ അടുത്ത് ഇയാളാണ് ആര് ഈ ചാടി പോകുന്ന ആള്. അപ്പൊ ആ കൗണ്ടറിലുള്ള സൗദികൾ ഇങ്ങനെ തമ്മിൽ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. അങ്ങനെ 2-3 മിനിറ്റ് തമാശ അറിഞ്ഞപ്പോത്തിന് ഒരു ഓഫീസറെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. ഉടനെ അയാൾ എണീറ്റു. അടുത്ത ആളുകൾ വന്നു. അടുത്ത ആളുകൾ വന്നപ്പോ പിന്നെ ഈ മൂലേരാണ് പോകാൻ കേട്ടോ. അപ്പൊ ആ ഓഫീസർ വന്നിട്ട് ഇയാളോട് ചോദിച്ചു, അല്ല അണ്ടി പരിശോധിച്ചു കഴിഞ്ഞോ? ആ പരിശോധിച്ചു കഴിഞ്ഞു. നീ നേരെ പോയിക്കോ. നേരെ പോയിട്ട് വിമാനത്തിൽ ആ സൈഡിലെ മുന്നിലെ സീറ്റ് സൗകര്യം പോലെ എവിടെ പോയിരുന്നോ? നീ കമ്പിമ്മ തൂങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് നാട്ടിലെത്തിയ പോരെ. അങ്ങനെ ഇയാളെ കടത്തി വിട്ടു. വിശ്വസിച്ചോളി കൗമേ, തക്ബീറും ചൊല്ലി കൊടുക്കി. ഇയാളെ പറയാം, അതാണ് CM, കൈ കൊടുക്കൂല കാല് കൊടുക്കൂല. ഇത് സൗദിയൊക്കെ പരിഭാഷപ്പെടുത്തി കൊടുത്തു നോക്കണം. അതിൻ്റെയൊക്കെ മൂത്തുനിന്ന് കൈ എടുക്കൂല, അടിനാഭിന്ന് കാല് കൊടുക്കൂല, ആ ജാതി കൊത്തുത്തൂല്. അമ്മാരി തോന്നിയ സല്ലി പറഞ്ഞുകൊണ്ടിരിക്കണത് ജിദ്ദ എയർപോർട്ടിൽ നിന്നുണ്ടായ സംഭവമാണ് ഇത്. KSRTC സ്റ്റാൻഡിൽ മൂത്രയിക്കാനും തൂറാനും മുട്ടിയിട്ട് കക്കൂസ് ഓടി കയറി കഥല്ലേ പറയണ്ട്. അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. അവിടെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ മൂത്രയിക്കാനും കക്കൂസ് പോകാനും മുട്ടിക്കാണ്ട് ഇടങ്ങാറയിക്കാണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ആ മുമ്പിൽ പൈസ അരിച്ചായിരിക്കുന്ന ആള് ചിലപ്പോൾ പൈസ ഒന്നും വാങ്ങിക്കൊള്ളണമെന്നില്ല. കാരണം അയാൾക്ക് പറയാലോ വെട്ടുമാണെങ്കിൽ തടുക്കാം, പക്ഷെ മുട്ട് തടുക്കാൻ പറ്റൂല എന്നുള്ളത്. എളുപ്പം പോയിക്കാണ്ട് കാര്യം സാധിച്ചു പോരാന്നൊക്കെ പറയും, കടത്തി വിടും പൈസ ഇല്ലെങ്കിലും. ആ കഥല്ലേ ഈ പറയണത്. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് മടവൂരിന്റെ കറാമത്ത് സംഭവിച്ച കഥയാണ് ഈ പറയണത്. ഇത് വിശ്വസിക്കാൻ ഇവിടെ കൗമുണ്ട് കേട്ടോ. ഈ ചെങ്ങായിക്ക് ഈ പകരക്ക് ഈ കള്ളക്കറാമത്ത് കഥകൾ പറഞ്ഞു നടക്കുക എന്നല്ലാതെ ലോകത്ത് നടക്കുന്ന എന്തെങ്കിലും നിയമത്തിനെ കുറിച്ച് വല്ല ബോധം ഈ ചെങ്ങായിക്കുണ്ട്. ഈ കഞ്ചാവ് അടിച്ചിറക്കുന്ന സൂഫിയാൾ എഴുതി വെച്ച ഈ കീറ കിതാബുകളും മാല കിതാബുകളും പീറ കിതാബുകളും വായിച്ചിട്ട് അതിങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുക എന്നല്ലാതെ വെളിവ് പറഞ്ഞൊരു സാധനം ഈ ചെങ്ങായിക്ക് ഒരു കറുമ്പുണ്ടോ? അതെന്റെ സംശയം. അപ്പൊ ഇയാളെ ഓരോരുത്തർ പറഞ്ഞ് പറ്റിക്കണായിരിക്കും ഇത്. പകരസ്താദേ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടോ, എൻ്റെ ഒരു സുഹൃത്തിന്റെ അമ്മായിന്റെ മോന്റെ അമ്മായിക്കാക്ക് ഉണ്ടായ സംഭവമാണ്, നല്ല റിവായത്തുമാണ്, അടുത്ത പ്രസംഗത്തിൽ തള്ളി വിട്ടോളി എന്നിട്ട് ആരെയൊക്കെ വിളിച്ചു പറയണ്ടാവേ. അങ്ങനെ വിളിച്ചു പറഞ്ഞത് കേൾക്കണത് ഇങ്ങനെ അവതരിപ്പിക്കണതാണ് ഈ ചങ്ങായി. ഞാൻ വെറുതെ പറയില്ല, ഇവരെന്നെ പറയട്ടെ പകരം എങ്ങനെ ഈ കഥ പറയണത്. ആ കോട്ട് സക്കാഫ് എന്നെ പറയട്ടെ. എനിക്കൊക്കെ പകര ഉസ്താദൊക്കെ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വലിയ പണ്ഡിതനാണ്, സൂക്ഷ്മത കാണിക്കുന്ന പണ്ഡിതനാണ്, അതോടൊപ്പം തന്നെ നല്ല അറിവുള്ള പണ്ഡിതനാണ്. ആരുടെ മുന്നിലും ഹക്ക് വെട്ടിത്തുറന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ റസൂലിനോടും അള്ളാഹുവിന്റെ ദീനിന്റെ ഷിയാറുകളോടും അമിതമായി ബഹുമാനിക്കുന്ന അത്രയും വലിയൊരു മഹാനാണ്. പക്ഷെ അത് അദ്ദേഹത്തിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള കുറെ പ്രസംഗങ്ങളുണ്ട്. പ്രസംഗം എല്ലാം തെറ്റായെന്നല്ല പറഞ്ഞത്, പക്ഷെ ആ പ്രസംഗങ്ങളെയൊക്കെയാണ് പിന്നെ ചിലർ തെറ്റിദ്ധരിക്കപ്പെടാനൊക്കെ കാരണമായിട്ടുള്ളത്. പക്ഷെ ഈ ഉസ്താദുമാർ ഒരിക്കലും തന്നെ അത് കുറ്റക്കാരല്ല. കാരണം അവർ പറഞ്ഞ കാര്യം ഇല്ലാത്ത സംഭവമായിരുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക. എന്നാൽ പോലും അവർ പല ആളുകളും പറയുന്നത് കേട്ട് അവർ പറഞ്ഞതാണ്. അതിന്റെ പേരിൽ അവർ താമുദം നിലക്ക് മനഃപൂർവ്വമല്ല, അവർ കളവ് പറയണം എന്ന് കരുതി പറഞ്ഞതല്ല. ഒരു മഹാന്റെ മതമാണ്, കറാമത്താണ് എന്നവർ കേട്ട അടിസ്ഥാനത്തിൽ പറഞ്ഞതാ. ചിലപ്പോൾ അത് ഇല്ലാത്തതായിരുന്നു എന്ന് എങ്കിൽ പോലും അവർ പറഞ്ഞത് കളവാണെങ്കിലും അവർ കുറ്റക്കാരല്ല. കാരണം മനഃപൂർവ്വം അവർ കളവ് പറഞ്ഞിട്ടില്ല. എങ്ങനെയുണ്ട് ന്യായീകരണം? വെളുപ്പിക്കൽ എങ്ങനെയുണ്ട്? ഇത് അണ്ണാക്കിൽ അലുവ കുടിയ മാതിരി അങ്ങോട്ട് നീക്കാൻ പറ്റുക ഇങ്ങോട്ട് നീക്കാൻ പറ്റുക കിടന്നിങ്ങനെ ഇങ്ങനെ കളിക്കുകയാണ്. കാരണം പകരനെ തള്ളാനും പറ്റുക കൊള്ളാനും പറ്റുക. ഇവർക്കൊക്കെ അറിയാം പകര പറഞ്ഞ കളവാന്നുള്ളത്. കാരണം ഇവരടിയിൽ തന്നെയുള്ള പകരക്ക് ഇവർ കളിയാക്കുന്ന പേര്, ഇവരെ വലിയ വലിയ ആൾക്കാര് പകരനെ കളിയാക്കി വിളിക്കുന്ന പേര് സ്വപ്നജീവി എന്നാട്ടോ. ഒക്കെ നമ്മളെയൊക്കെ ഉണ്ട്. നിർവം പറയണേ എന്തുകൊണ്ടാണ് പകരുസ്താദ് ഇങ്ങനെ പറയാൻ കാരണം? പകരുസ്താദ് വലിയ പണ്ഡിതനാണ്, ദീനിനോടും ദീനിന്റെ ഷിയാറുകളോടും മുത്തുനബിനോടും ഔലിയാക്കളോടും വലിയ സ്നേഹമുള്ള ആളാണ്. ഇഷ്ക അങ്ങോട്ട് മൂത്തിട്ട് തലയിൽ കയറിയതാണ്. അങ്ങനെ ആദരവാണ് തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് തോന്നിയ ദിവസം പറയാലോ അവർക്ക്. അങ്ങനെയാണല്ലോ. എന്നിട്ട് ഇയാൾ പറയണേ ഇത്തരത്തിലുള്ള ബഹുമാനപ്പെട്ടവരായ പകരുസ്താദ് പറയുന്നത് കളവാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ തന്നെ അവർ കുറ്റക്കാരല്ല. എന്തുകൊണ്ട്? അവർ പലരും പറഞ്ഞത് കേട്ട് പറഞ്ഞതായിരിക്കും. അവിടെ പ്രത്യേകിച്ച് തെളിവൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ പറഞ്ഞത് കളവാണെങ്കിലും അവർ കുറ്റക്കാരല്ല. എന്തുകൊണ്ട്? അവർ മനഃപൂർവ്വം പറഞ്ഞതല്ല, പിന്നെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ പ്രശ്നമുള്ളൂ. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ വെളുപ്പിക്കല്? ഈ ചങ്ങായിനെ കൊണ്ട് പോലും കുടുങ്ങിയിട്ടുണ്ട് ഈ പകരനെ കൊണ്ട്. കാരണം ഈ CM മടവൂരിനൊരു നിലയും ഉണ്ടായിരുന്നു കേരളത്തിൽ സമസ്തക്കാരടിയിൽ. മടവൂർ പറഞ്ഞ വലിയ വലിയാണ്, ആനയാണ് തോട്ടിനെന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നു. അതിനൊരു കോമഡി പീസാക്കി മാറ്റിയത് ഈ പകരാണ്.
ഈ സമസ്തക്കാരിൽപ്പെട്ട പല യൂട്യൂബർമാരും സോഷ്യൽ മീഡിയയിൽ സജീവമായ പലരും ഈ മടവൂരിനെ ട്രോളാൻ തുടങ്ങിയത് മടവൂർ എന്ന് പറഞ്ഞ ഒരു കാർട്ടൂൺ കഥാപാത്രമാണ്, സൂപ്പർമാനെ പോലെ, ശക്തിമാനെ പോലെ, ഒരു സ്പൈഡർമാനെ പോലുള്ള ഒരു കഥാപാത്രമാണ് എന്ന രീതിയിലേക്ക് ജനങ്ങൾ സങ്കല്പിക്കാൻ, സമസ്തക്കാർ സങ്കല്പിക്കാൻ തുടങ്ങിയതും ട്രോളാൻ തുടങ്ങിയതും പകര മധു പറയാൻ തുടങ്ങിയ ശേഷം ഇപ്പൊ പകരനെ പോലെ കൊള്ളാനും വയ്യ, തള്ളാനും വയ്യ. ഇതാണ് അവസ്ഥ. അപ്പൊ ന്യായീകരിച്ച് ഇങ്ങനെ വെളുപ്പിച്ച് ഒപ്പിച്ച് നോക്കുകയാണ് ഇപ്പത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പകര എന്ന് പറഞ്ഞ ഈ ചങ്ങായി ഉണ്ടല്ലോ, ഇയാൾക്ക് മൈക്ക് അങ്ങോട്ട് മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ വിഷയം മടവൂരാണെങ്കിൽ പിന്നെ ഇയാൾക്കൊരു ശൈത്താനായിട്ട് കയറിയാണ് തലയിൽ. എന്തൊക്കെയാണ് പറയാൻ പറ്റിയത്, എന്തൊക്കെയാണ് പറഞ്ഞുകൂടാത്തത് എന്നുള്ളത് ഒരു ബോധം പിന്നെ ഇയാൾക്കുണ്ടല്ലോ. ഹാലന്റെ ഇളകലാണ്, തൊള്ളി തോന്നിയതൊക്കെ പറയും. കേട്ടോളൂ, ഇയാൾ ഒരു തള്ളല് ഇന്ദിരാഗാന്ധിന്റെ പ്രധാനമന്ത്രി സ്ഥാനം തെറിപ്പിച്ച മടവൂരിന്റെ കഥ ഉളുപ്പില്ലാതെ പറയാണ്. കേട്ടോളി. ഷെയ്ഖുന വൈലത്തൂർ തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കല്ലായിലോ ഏതോ സ്ഥലത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ഷെയ്ഖുനാൻ്റെ കൂടെ ചായ കുടിച്ചിറങ്ങി. അപ്പോൾ മുക്കം മൊഹീദ്ദീൻ സാഹിബ് കൂടെയുണ്ട്. ചന്ദ്രികാ പത്രം അവിടെ കിടക്കുന്നുണ്ട്. ആ പത്രം ഇങ്ങനെ എടുത്തപ്പോൾ ഇന്ദിരായുടെ ഒരു ചിത്രം അതിൻ്റെ ആദ്യ പേജിലുണ്ട്. അതിലേക്ക് ഇങ്ങനെ ചൂണ്ടി ഈ മുക്കം മൊഹീദ്ദീൻ സാഹിബ് പറഞ്ഞു, ഷെയ്ഖുനാനോട് പറഞ്ഞു, ഇവളാണല്ലോ നിങ്ങളെയും ഞങ്ങളെയൊക്കെ ഭരിക്കുന്നവൾ എന്ന്. അത് വാസ്തവത്തിൽ മൊഹീദ്ദീൻ സാഹിബിനെ അറിയാൻ ഇവൾ ഭരിക്കുന്നില്ല. പക്ഷേ ഷെയ്ഖുന മറുപടി പറയാൻ വേണ്ടി, ഷെയ്ഖുനയുടെ നാവിൽ നിന്ന് അതിന് മറുപടി കേൾക്കാൻ വേണ്ടിയായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. ഇവളാണല്ലോ നിങ്ങളെയും നമ്മളെയും ഭരിക്കുന്നത്. ഷെയ്ഖുനാനെ ഭരിക്കാൻ അക്കാലത്ത് ആരുമില്ല, ഷെയ്ഖുനെ ഭരിക്കുന്നവരാണ് എല്ലാവരും. അത് നമുക്ക് പറയാമെന്ന് പറയാം, നീ സംഭവിക്കാൻ പോകുന്ന നമ്മൾ നോക്കുക. അങ്ങനെ അത് പറഞ്ഞു. ഉടനെ തന്നെ പറഞ്ഞു, അവളെ ഞാൻ ഭരണാധികാരിയാക്കിയിട്ടില്ല, അവളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച ആയിട്ടില്ല ഇന്ദിര ഭരണത്തിൽ നിന്നിറങ്ങി മുറാർജി ഭരണത്തിൽ കയറി. ഷെയ്ഖുനെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഷെയ്ഖുനെയാണ് ഇന്ദിരയെ ഭരിക്കുന്നത്. പൊട്ടൻ എന്ന് പറഞ്ഞ പെരുമ്പൊട്ടൻ, അങ്ങനെ തന്നെ പറയണം. ഈ ചങ്ങായിക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ ചലനത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചുക്കും ചുണ്ടാൻ പറയോ? അപ്പോൾ വൈലത്തൂർ തങ്ങളാണ് റാവി. വൈലത്തൂർ തങ്ങളെ കഥ ഞാൻ വരുന്നുണ്ട് വേറൊരു എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ്, അതോടെ നിൽക്കട്ടെ. അങ്ങനെ മുക്കം മൊയ്തീൻ സാഹിബും വൈലത്തൂർ തങ്ങളും മടവൂരും കൂടി ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് കറങ്ങി നടക്കുന്ന സമയത്ത് ഹോട്ടലിൽ ഇരിക്കുമ്പോഴാണ് ചന്ദ്രിക പേപ്പറിൽ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ കണ്ടപ്പോൾ മുക്കം മൊയ്തീൻ സാഹിബ് ചോദിച്ചത്ര, ഈ പെണ്ണാണല്ലോ നിങ്ങൾ ഇന്നൊക്കെ ഭരിക്കണത്. മടവൂരിന് സഹിച്ചില്ല, ഒരു പെണ്ണ് നമ്മളെ ഭരിക്കേ, അവളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഉടനെ അതാ ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനം തെറിക്കുന്നു, മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാകുന്നു. അപ്പൊ ചോദിക്കട്ടോ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയ സമയത്ത് മടവൂർ വിടല്ലേ? ഒരു പെണ്ണ് ഞങ്ങളെ ഭരിക്കാൻ പാടില്ല, അവൾ പ്രധാനമന്ത്രി ആകണ്ടെന്ന് മടവൂർ പറയണ്ടേ? ഇതൊക്കെ ഈ മുക്കം മൊയ്തീൻ സാഹിബ് പറഞ്ഞെടുത്തപ്പോൾ മടവൂര് തിരിഞ്ഞത് തന്നെ. അങ്ങനെ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. അങ്ങനെ ഇവിടെ എല്ലാവരെയും നീക്കുന്നതും നിയമിക്കുന്നതും എല്ലാം മടവൂരാണ്. എന്താ കാര്യം? ഒരു പെണ്ണ് ഭരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മടവൂരിന് സഹിച്ചില്ല. ഈ ചെങ്ങായിക്ക് കേവലം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ കേവല അറിവുണ്ടെങ്കിൽ പൊട്ടത്തരം പറയോ? ഈ മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയതിനു ശേഷം വീണ്ടും വന്ന ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി വമ്പം ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറി 80 മുതൽ 84 വരെയാണ് ഇന്ദിരാഗാന്ധി പിന്നെ ഭരിക്കുന്നത്. പിന്നെയാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത്. ആ കാലത്തും ഈ മടവൂർ ഇവിടെ ഉണ്ട്, ഇന്ദിരാഗാന്ധിന്റെ പ്രജയിട്ട് ഈ രാജ്യത്തുണ്ട്. പിന്നെ എങ്ങനെ ഇന്ദിരാഗാന്ധി ഭരണത്തിൽ വീണ്ടും കയറി മടവൂർ ഇറക്കിയതിനു ശേഷം? അപ്പൊ മടവൂരിന്റെ കരാമത്തോട് ഒലിച്ചു പോയി ആ സമയത്ത് തന്നെ. എന്ത് പൊട്ടത്തരാണ് ചങ്ങൈമാരെ പറയണത്? ഇനി ഈ പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഇന്ദിരാഗാന്ധിനെ സസ്പെൻഡ് ചെയ്യാൻ ഇയാൾക്ക് അധികാരമുണ്ടോ? ഇല്ലല്ലോ. വരട്ടെ അടുത്ത ക്ലിപ്പ്. ഏതൊരു പ്രയാസമുണ്ടാവുകയാണെങ്കിലും ഇന്ത്യ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഒരു അത്ഭുത പ്രതിഭയായിരുന്നു. സത്യത്തിൽ ഇന്ദിരാഗാന്ധി നിങ്ങൾക്കറിയും. ഞാൻ പറയുന്നത് മുഗൾ ചക്രവർത്തിമാർ മാത്രമല്ല, ഇന്ദിരാഗാന്ധി എന്തൊരു വിഷയം വന്നാലും നേരെ ബഹുമാനപ്പെട്ട ഹാജയുടെ അടുത്ത് പോയി സിയാറത്ത് ചെയ്യുക എന്നത് പതിവായിരുന്നു. ധാരാളം ഭരണാധികാരികൾ മുമ്പും ശേഷവും അത് അനുവർത്തിച്ചു വന്നിട്ടുണ്ട്. അതെല്ലാവരും അറിയുന്ന ഒരു സത്യവും പരമാർത്ഥവുമാണ്. അപ്പൊ അജ്മീറിൽ കിടക്കുന്ന ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി, അയാൾ ആരാണ്? സുൽത്താനുൽ ഹിന്ദ് എന്നാണ് ഇവർ അജ്മീർ ഖാജക്ക് കൊടുത്ത സ്ഥാനപ്പേരിട്ടോ. ഇന്ത്യയുടെ സുൽത്താൻ. ഇന്ത്യയിൽ ഏത് ഭരണാധികാരി വരണമെന്നും ഭരിക്കണമെന്നും ആരൊക്കെ ഭരിക്കണമെന്നും തീരുമാനിക്കല് അജ്മീർ ഖാജയാണെന്ന് ഇവർ പ്രസംഗിച്ച 100 കണക്കിന് ക്ലിപ്പുകളുണ്ട്. ആ അജ്മീർ ഖാജയുടെ അടുത്ത് എന്തൊരു പ്രയാസം പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇന്ദിരാഗാന്ധി ഓടിപ്പോയിട്ട് സിയാർത്ത് ചെയ്യും അജ്മീർ ഖാജന. അങ്ങനെ അജ്മീർ ഖാജന്റെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടിയാണ് ഇവിടെ എല്ലാ പ്രധാനമന്ത്രിമാരും ഭരിക്കാറുള്ളത് എന്നാണ് ഇവർ സാധാരണ പ്രസംഗിക്കാറുള്ളത്. അജ്മീർ ഖാജനെ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രിമാരില്ല. അങ്ങനെ അജ്മീർ ഖാജയുടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ സംരക്ഷണത്തോടെ ഭരിക്കുന്ന ഇന്ദിരാഗാന്ധി, ആ ഇന്ദിരാഗാന്ധി ഒരു പെണ്ണാണ് എന്ന കാരണം പറഞ്ഞ് ആ ഇന്ദിരാഗാന്ധിയെ സസ്പെൻഡ് ചെയ്യാൻ ആരാണോ മടവൂര്? അജ്മീർ ഖാജന്റെ മുകളിലോ? അത് നിങ്ങൾ ഈ ഔലിയാക്കൾ തമ്മിലുള്ള ഈ പാര കുടിപ്പക രാഷ്ട്രീയ പോരുമാരുള്ള പോരാണോ ഇത് തന്നെ?
അജ്മീർ ഖാജ കോൺഗ്രസിന്റെ കൂടെ ഇന്ദിരാഗാന്ധിന്റെ കൂടെയും മടവൂർ നേരെ എതിർമുന്നണിയിലുക തന്നെ. എന്താ ഇതിന്റെ കഥ? അജ്മീർ ഖാദിയുടെ അനുഗ്രഹമുള്ള ഇന്ദിരാഗാന്ധിയെ സസ്പെൻഡ് ചെയ്യാൻ മടവൂർ ധിക്കാരമല്ലേ കാണിച്ചത് അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, എന്താ ഇതിന്റെ സംഭവം എന്നറിയോ? ഈ മുക്കം മൊയ്തീൻ സാഹിബും ബൈരത്തൂർ തങ്ങളും മടവൂരും കൂടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞടക്കുമ്പോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. മടവൂർ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും? കാരണം അയാൾക്ക് തലക്ക് വെളിവില്ലല്ലോ, തലക്ക് സുഖമില്ലാതെ നടക്കുന്ന ഒരു പടുഭ്രാന്തനാണല്ലോ. ഞാൻ ഈ ഭ്രാന്തൻ 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 എന്നിങ്ങനെ പറയുമ്പോ എന്നെ വിളിച്ച് ചൊരാൻ നിൽക്കണ്ട. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. മടവൂരിന് ഭ്രാന്ത് എന്ന് പറയാൻ പാടുണ്ടോ? അയാൾക്ക് ഭ്രാന്തല്ലേ? പിന്നെ താനീ ഭ്രാന്ത്. ഈ ക്ലിപ്പ് കേട്ടിട്ട് പറയും അയാൾക്ക് ഭ്രാന്ത് ഉണ്ടോ ഇല്ലേ? ഞാൻ ഈ പറണ്ടിയിലെ തെറ്റ്. ഒരു ഭ്രാന്തനെ പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ബുദ്ധിജീവിയേന്നോ ഔലിയാന്നോ? ഇയാൾക്ക് തനി ഭ്രാന്തായിരുന്നു. ആ ഭ്രാന്തിന്റെ സമയത്ത് ഇയാൾ ഇങ്ങനത്തെ ഓരോ വർത്താനങ്ങൾ പറഞ്ഞിരുന്നു, ഓരോ തോന്നിയാസങ്ങൾ ചെയ്തിരുന്നു, ഒരു ഭ്രാന്തൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിരുന്നു. കേട്ടോളി. ഇങ്ങനെ ഒരിക്കൽ മടവൂർ ശൈഖ് റളിയല്ലാഹു തആല അൻഹു 8-9 വർഷം വലിയ ദിക്റിലും ഇബാദത്തിലുമായി തന്റെ ശൈഖിന്റെ മുന്നിൽ കൂടി അവസാനം സിയാറത്തുകളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഒരു 10 വർഷം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. അപ്പോഴാണ് മടവൂർ ശൈഖ് റളിയല്ലാഹുവിന് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. മൊയ്തീൻ ശൈഖ് റളിയല്ലാഹുവിന് ഉണ്ടായിട്ടുണ്ട്. കാലഘട്ടത്തിന്റെ കുതുബായിരുന്ന അൽ ഗൗസ് അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹുവിന് ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ മഹാന്മാർക്കൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മടവൂർ ശൈഖ് റളിയല്ലാഹു ഇരുമ്പെടുത്തുകൊണ്ട് ശരീരത്തിൽ അടിച്ച് വേദനയാക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവർക്ക് യാതൊരു വേദനയും ഉണ്ടാവില്ല എന്നാണ്. പിന്നെ എന്തിനാ അത് ചെയ്യുന്നത്? അതൊരു പ്രത്യേക അവസ്ഥയാണ്, അവർക്കുണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. ഇരുമ്പ് കൊണ്ട് അടിച്ചാൽ വേദന ഉണ്ടാവില്ല, കത്തി കൊണ്ട് മുറിച്ചാലും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല, തീയിലേക്ക് എടുത്തു ചാടിയാലും അവരത് കരിക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥ അവർക്ക് വരാനുണ്ട്. ഗൗസുദ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു അവർക്ക് ഈ അവസ്ഥ എത്തിയപ്പോൾ അവർ വീടിന്റെ മുകളിലേക്ക് കയറി ഒരു ദിവസം 90 പ്രാവശ്യം അവർ വീടിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി. യാതൊരു ബുദ്ധിമുട്ടും അവർക്ക് അതുകൊണ്ട് ഉണ്ടായില്ല. മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹു കിണറ്റിൽ, വീടിന്റെ അടുത്തുള്ള ആയമേറിയ കിണറ്റിലേക്ക് എടുത്തു ചാടാൻ ഒരുങ്ങി. പക്ഷേ അത് കണ്ടു നിൽക്കുന്ന വീട്ടുകാര് അവരെ പിടിച്ച് വെച്ചു. ഈ മടവൂര് ഈ പുലിമൊയ്തീന്റെ അടുത്ത് നിന്നുള്ള റിയാള കഴിഞ്ഞിട്ട് പുലിമൊയ്തീൻ ഇയാളെ പീഡിപ്പിച്ചല്ലോ 9 കൊല്ലം. അത് ഞാൻ വേറെ വീഡിയോയിൽ ഇൻഷാല്ലാ ചെയ്യുന്നുണ്ട്. പുലിമൊയ്തീൻ ഇയാളോട് ചെയ്ത ക്രൂരതകള് ഇരിക്കട്ടെ. അപ്പൊ 9 കൊല്ലത്തെ ഈ പീഡനം കഴിഞ്ഞിട്ട് ഇയാൾ വീട്ടിലെത്തിനുള്ള കലാപരിപാടി എന്താണ്? ഇരുമ്പിന്റെ കമ്പി എടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തിനെ ഇങ്ങനെ മർദ്ദിക്കുക, കിണറ്റിച്ചാടുക. താരക്ക് വെളിവുള്ള ഒരുത്തത് ചെയ്യോ? നിങ്ങൾ സാക്ഷാൽ കാന്തപുരം, അത് പറഞ്ഞാൽ പെട്ടെന്ന് ക്ലിക്ക് ആവുമല്ലോ. കാന്തപുരം നാളെ രാവിലെ എണീറ്റിക്കാണ്ട് വീടിന്റെ മുറ്റത്ത് പോയിക്കാണ്, അല്ലെങ്കിൽ മറക്കസിന്റെ മുന്നിൽ പോയിട്ട് ആ കെട്ടിക്കെടുത്താണ് ചാടുകയാണ്. അല്ലെങ്കിൽ ഒരു കമ്പി എടുത്ത് കത്തിയെടുത്തുകൊണ്ട് ശരീരത്തിന് ഇങ്ങനെ കുത്തുകയാണ്, കമ്പി എടുത്ത് ഇങ്ങനെ മർദ്ദിക്കാണ്. സങ്കല്പിക്കും. നിങ്ങൾ അനുയായികൾ എന്ത് പറയും? കാന്തപുര ഉസ്താദിന് എന്തോ കുറച്ചൊരു ലെവൽ തെറ്റിയിട്ടുണ്ട്, ഉടനെ കൊണ്ടുപോകണം ഹോസ്പിറ്റലിലേക്ക്. നാളെ കൊണ്ടുപോയത് മൈത്രയ്ക്കല്ലേ, നമ്മൾ കുതിരവട്ടത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി നോക്കാന്ന് പറയില്ല നിങ്ങള്? അത് കാന്തപുര ഉസ്താദ് വലിയ ആയിട്ടുണ്ട്, കുതുബുലാലമായിട്ടുണ്ട്, മുദബ്ബറുലാലമായിട്ടുണ്ട് എന്ന് പറയോ? അപ്പൊ ഈ മടവൂര് കമ്പി എടുത്തുകൊണ്ട് ശരീരത്തിനെ മർദ്ദിക്കുക, കിണറ്റിച്ചാടുക. എന്നിട്ട് ഇയാൾ പറയണേ എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം? അതൊരു പ്രത്യേക അവസ്ഥയാണ്. ആ അവസ്ഥക്കാണ് ഞങ്ങൾ പിരാന്ത് എന്ന് പറയാം. നിങ്ങൾ അതിന് വിലായത്ത് എന്ന് പറയും, ബുദ്ധിയുള്ള ജനങ്ങൾ പിരാന്ത് എന്നും പറയും. അതാണ് വ്യത്യാസം. എന്നിട്ട് തെളിവ് കാലഘട്ടത്തിന്റെ ഗൗസായിരുന്ന ഗൗസ് ദബ്ബാഗ് അച്ചങ്കന്റെ കലാപരിപാടി എന്തായിരുന്നു? ഒരു ദിവസം 90 പ്രാവശ്യം വീടിന്റെ മുകളിൽ കയറിയാ ചാടുക, വീടിന്റെ മുകളിൽ കയറിയാ ചാടുക, കയറിയാ ചാടുക തന്നെ കലാപരിപാടി. വേറൊരു ഏർപ്പാടുമില്ല. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് വേറൊരു ഏർപ്പാടൊന്നുമില്ലല്ലോ. നാട്ടുകാർ ഔലിയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ സാധനങ്ങൾ കൊടുത്തു കൊടുക്കുണ്ടാവുക, അതങ്ങനെ ഇരുന്ന് വെട്ടി മുടുങ്ങുക. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട് വീടിന്റെ മുകളിൽ കയറിയാ ചാടുക, വീടിന്റെ മുകളിൽ കയറിയാ ചാടുക. എന്തെങ്കിലും ഒരു വേർക്കണ പണി വേണ്ടേ? അതിനുള്ള കലാപരിപാടിയാണിത്. അങ്ങനെ 90 പ്രാവശ്യം വീടിന്റെ മുകളിൽ കയറി ചാടിയിട്ടും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അയാൾക്ക് എന്ത് ബുദ്ധിമുട്ട്? ഇത് കണ്ടിക്കണ നാട്ടുകാർക്കും വീട്ടുകാർക്കും അയൽവാസിയൊക്കെ അല്ല ബുദ്ധിമുട്ട്. ഇത് വീണിക്കാണ്ട് കയ്യും കാലും ഒടിഞ്ഞാൽ തന്നെ കൊണ്ടുപോകണ്ട ഹോസ്പിറ്റലിലേക്ക്. ഇത് കറാമതെന്ന് അപ്പം ചിന്തിക്കുമല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് വട്ട് പിരാന്ത്. ഈ പിരാന്തന്മാരെ പിന്നാലെ കൂടല്ലേ എന്നാ ഞങ്ങൾ പറയണത്. ഇത് ഞങ്ങൾ മാത്രല്ല, മടവൂരും പറഞ്ഞിരുന്നു. മടവൂരിന് ആ ബോധം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വലിയൊരു തലക്ക് സുഖമില്ല, എന്റെ പിന്നാലെ കൂടണ്ടാന്ന് മടവൂര് പറഞ്ഞിരുന്നത്. കേട്ടോളി. ശൈഖുന പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് ധാരാളം തെളിവുകളാണ്. ബഹുമാനപ്പെട്ടവർ, ഞങ്ങളുടെ അഫ്ആലുകളോട് നിങ്ങൾ പിന്തുടരേണ്ടതില്ല, ഞങ്ങളുടെ അക്വാലുകളോടാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ഞങ്ങൾ പറയുന്നത് എന്താണോ അത് നിങ്ങൾക്ക് പിന്തുടരാം, ഞങ്ങളുടെ അഫ്ആലുകൾ നിങ്ങൾക്ക് പിന്തുടരാനുള്ളതല്ല.
മറ്റൊരാൾ ചെന്നിട്ട് ബഹുമാനപ്പെട്ട ശൈഖുന അവറുകളോട് ഒരു സംശയം ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഞാൻ മത്ബൂ അല്ല, എന്നൊരാൾ പിന്തുടരാൻ പറ്റുന്ന രീതിയിലല്ല ഞാൻ ഇവിടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ജീവിക്കുന്നത്. അപ്പൊ മടവൂർ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളെ അക്വാലുകൾ നിങ്ങൾ പിന്തുടർന്നാൽ മതി, അഫ്ആല് പിന്തുടരണ്ട. ഞങ്ങൾ കിണറ്റി ചാടാൻ നിൽക്കണ്ട, ഞങ്ങൾ ഇരുമ്പിന്റെ കമ്പി എടുത്തുകൊണ്ട് തല്ലാൻ നിൽക്കണ്ട, നമുക്ക് ഏതായാലും വട്ടാണ്, അവിടെ ഞങ്ങളെ പിന്നാലെ കൂടണ്ട. വേറൊരുത്തൻ ചോദിച്ചപ്പോ മടവൂർ പറഞ്ഞത്രേ, ഞാൻ അങ്ങനെ പിന്തുടരാൻ പറ്റിയ ആളല്ല. ചോദിക്കട്ടോ, ഈ ഉമ്മത്തിൽ ഔലിയാക്കളെന്ന് ഉറപ്പുള്ള ആൾക്കാരാരാ? അള്ളാഹ് സർട്ടിഫിക്കറ്റ് എടുത്ത അള്ളാഹിന്റെ സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ നേതാക്കന്മാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അള്ളാഹു ഖുർആനിൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്വഹാബിമാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഈ വർത്താനം എന്ത് ഞങ്ങളെ പിന്തുടരാൻ പറ്റൂല, ഞങ്ങൾ അക്വാലുകൾ പിന്തുടർന്നാൽ മതി, അഫ്ആല് പിന്തുടരാൻ പറ്റൂല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? അവരെ അക്വാലുകളും അഫ്ആലുകളും നമുക്ക് പിന്തുടരാം. അതാണ് സ്വഹാബത്ത്, അതാണ് അള്ളാന്റെ ഔലിയാക്കള്. ഔലിയാക്കളെ പിന്തുടരാൻ പറ്റൂല എന്ന് ഔലിയാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാടോ നിങ്ങൾ മണപ്പിച്ചുകൊണ്ട് ഓന്റെ ഒക്കെ പിന്നാലെ മണത്ത് നടക്കുന്നത്? അതാ ഞങ്ങൾ ചോദിക്കണത്. പിന്തുടരാൻ പറ്റിയ ഔലിയാക്കളുണ്ട് ഇവിടെ. ആരാണ്? അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത്, മഹാന്മാര്, ഔലിയാക്കളെന്ന് ഉറപ്പാ. അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഓലെ പിന്തുടർന്നോളി. ഞങ്ങളെ പിന്തുടരണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നാലെ കൂടെ മണത്തടക്കുക. വല്ലാത്തൊരു ദുരന്തം തന്നെ. എത്ര പറഞ്ഞാലും പിന്നാലെ കൂടും. കാരണം പല കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളും മടവൂര് നടത്തി കൊടുക്കുന്നുണ്ടല്ലോ. ചില കാര്യങ്ങൾ നേരെ തല കുത്തനാവലുണ്ട് കേട്ടോ. മടവൂരിന്റെ കറാമത്ത്, രസകരമായ കറാമത്തൊന്ന് കേട്ടോളി. നമ്മളെ പാനൂർ മൂസംസിലാർ എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്. അവർക്ക് 3 മക്കളുണ്ടായി, 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളുണ്ടായാല് പിന്നെ ഒരു ആഗ്രഹം ഉണ്ടാകല്ലോ, ഒന്ന് ആൺകുട്ടിയായാലും. ഇതാർക്കും ഉണ്ടാകുന്നതാണ്. ഇതുപോലെ മൂസ മുസ്ലിയാർ ആഗ്രഹിച്ചു ഈ 4ാമത്തെ കുട്ടി ഒരു ആൺകുട്ടിയായാലും. ഈ ആഗ്രഹം ഭാര്യയ്ക്കുണ്ട്. അങ്ങനെ മൂസ മുസ്ലിയാർ പറഞ്ഞ്, ഞാൻ മലപ്പുറം ജില്ലയിലുള്ള ഒരു വലിയ മഹാനെ സമീപിച്ചു. അവരോട് ഈ സങ്കടം പറഞ്ഞു, എനിക്ക് 3 കുട്ടികളും പെൺകുട്ടികളാണ്. ഇപ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അതൊരു ആൺകുട്ടിയാകാൻ ആഗ്രഹമുണ്ടെന്ന് ഭാര്യയുടെയും ആഗ്രഹമാണ്. ഇതൊക്കെ കേട്ടപ്പോൾ അതിന് പരിഹാരം പറയാൻ മാത്രം കഴിവുള്ള ഒരു മഹാൻ അവരല്പനേരം ഇങ്ങനെ ശബ്ദിക്കാതെ ഇരുന്ന് പിന്നീട് പറഞ്ഞു, 4 മക്കളെ 4 പെൺകുട്ടികളെ പോറ്റി വളർത്തി അവർക്ക് ആവശ്യമായ മതപരമായ അറിവുകളും അച്ചടക്കങ്ങളും പഠിപ്പിച്ച് അവരെ വിവാഹം ചെയ്തു കൊടുത്താൽ ഈ പിതാവിന് നാളെ പാരമ്പര്യ ലോകത്ത് കിട്ടാൻ പോകുന്ന ഒരുപാട് ഗുണങ്ങൾ അങ്ങോട്ട് ശരീകരിച്ചു. ഈ കുട്ടി ആണാന്ന് പറഞ്ഞില്ല, പെണ്ണാന്ന് പറഞ്ഞില്ല. അതൊരു പെൺകുട്ടിയാണ് ആവട്ടെ എന്ന് പറഞ്ഞില്ല, ആൺകുട്ടി ആവട്ടെ എന്നും ഇവർ പറഞ്ഞിട്ടില്ല. അവിടുന്ന് തിരിച്ചു പോന്നു. തലശ്ശേരിയിലെത്തിയപ്പോൾ ആരോ പറഞ്ഞ്, മഹാനായ മടവൂര് ഇവിടെ ഉസങ്കയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ മൂസ മുസ്ലിയാർ വിചാരിച്ചു ഓരോന്ന് കാണട്ടെ. അപ്പൊ ഇത് പറയണമെന്ന് മുമ്പിന് ലക്ഷ്യമിച്ചില്ല. അത് തീരുമാനമായല്ലോ, കുട്ടിന്റെ കാര്യം തീരുമാനമായി. അത് പറയാൻ പറ്റിയൊരു മഹാൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് അതിനെ പറയില്ല, അത് പറയാൻ വിചാരിച്ചിട്ടില്ല. മുസ്ലിയാർ പറയണം. അങ്ങനെ മൂസ മുസ്ലിയാർ അവിടെ ചെന്നു. അസ്സലാമു അലൈക്കും, സലാം അടിക്കി. എവിടെ നിന്ന് വരുന്നു? അപ്പൊ മൂസ മുസ്ലിയാർ പറഞ്ഞ, പാനൂരിൽ നിന്ന് വരിക. ഒരു പാനൂരാണല്ലോ. ഉടനെ ചോദിച്ചു, ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു? 2ാമത്തെ ചോദ്യം. ഇത് പാനൂരിനല്ല ഇപ്പം വരുന്നത്, ഇപ്പം മലപ്പുറത്തുനിന്നാണ് വരുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ മുസ്ലിയാർ ഇങ്ങനെ മലപ്പുറത്തുനിന്നാണ് വരുന്നത്. മഹാന്റെ അടുത്ത് പോയതായിരുന്നു. അവിടെ എന്തിനു പോയി? ഇതാ പിന്നത്തെ ചോദ്യം. അപ്പോൾ പറഞ്ഞിങ്ങനെ 3 കുട്ടികളും പെൺകുട്ടികളാണ്. 4ാമത്തെ ഒരു കുട്ടി വയറ്റിലാണ് ഇപ്പോൾ. അതൊരു പെൺകുട്ടിയാവാൻ ഒരാഗ്രഹം ഉണ്ടായി. അങ്ങനെ ഭാര്യയും പറഞ്ഞു, ഞങ്ങൾ 2 പേരും ആഗ്രഹിച്ച കാര്യം ഞാൻ പോയി അവിടെ ഒന്ന് അവതരിപ്പിച്ചു. അവർ എന്ത് പറഞ്ഞു? പിന്നത്തെ ചോദ്യം. അവൻ പറഞ്ഞ അവരിങ്ങനെ പറഞ്ഞേ. പിന്നീട് ഖുതുബുൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് എന്ത് വേണം? പിന്നത്തെ ചോദ്യമാണ്. അപ്പൊ മൂസ മുസ്ലിയാർ പറഞ്ഞു, എനിക്കെത്ര ആൺകുട്ടിയാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ ആ കുട്ടിയെ ഞാൻ ആൺകുട്ടിയാക്കിയിരിക്കുന്നു. ഇതാണ് ഖുതുബുൽ ആലം. അങ്ങനെ 4ാമത്തെ പ്രസവം നടന്നു. നല്ലൊരു കണ്ണുമോറുള്ള, ആരും ശ്രദ്ധിച്ചു പോകുന്ന ഒരു പെൺകുട്ടി.
മുഖവും കയ്യും കഴുത്തും ഒക്കെ ലിംഗം പുരുഷൻ്റെത്. ഈ ചെറുപ്പക്കാരനെ കണ്ടാൽ ഒരു പെണ്ണിന്റെ പ്രകൃതി. ഓർ പറഞ്ഞെന്താ, എന്നാൽ ആ കുട്ടിയെ ഞാൻ ആൺകുട്ടിയാക്കിയിരിക്കുന്നു. എന്താ ഇപ്പത് കഥ? പാനൂര് മൂസ മൗലവി നമ്മൾ ഫസ്റ്റ് ഇട്ട ക്ലിപ്പ്. അങ്ങനെ അയാൾക്ക് 3 പെൺകുട്ടികളാണ്, 4ാമത് ഗർഭിണിയായ ഭാര്യ. അപ്പൊ അയാൾക്ക് ഒരു ആൺകുട്ടിക്ക് ആഗ്രഹം. അങ്ങനെ മലപ്പുറം ജില്ലയുള്ള ഏതൊരു ഔലിയന്റെ അടുത്തേക്ക് പോയി എന്നായി പറയണത്. അപ്പൊ അയാൾ എന്ത് പറഞ്ഞ് 4 പെൺകുട്ടികളെ ദീനീപരമായിട്ട് വളർത്തിയിട്ട് കെട്ടിച്ചു വിട്ടാലുള്ള പോരിശയും അതിന്റെ പുണ്യങ്ങളൊക്കെ പറഞ്ഞെടുത്തു. അപ്പൊ ഇയാൾക്ക് എന്തായാലും ആൺകുട്ടിന് ആഗ്രഹമുണ്ട്. അങ്ങനെ നേരെ മടവൂരിന്റെ അടുത്തേക്ക് പോയി. മടവൂര് ചോദിച്ചു എവിടുന്നാ വരുന്നത്? ഞാൻ പാനൂരിന്ന്. ഇപ്പൊ എവിടുന്നാ വരുന്നത്? ഇപ്പൊ ഞാൻ മലപ്പുറത്തുനിന്ന്. അപ്പൊ മടവൂര് ചോദിച്ചു അവിടെ എന്തിന് പോയേ? അപ്പൊ ഞാൻ പോയത് ഇന്ന കാര്യത്തിനാണ്. 3 പെൺകുട്ടികളാണ്, ഭാര്യക്ക് ഗർഭമുണ്ട്, അപ്പോ 4ാമത് ആൺകുട്ടിയാണെന്നുള്ള ആഗ്രഹത്തിന് പോയതാണ്. അപ്പൊ മടവൂരിന്റെ അടുത്ത ചോദ്യം, അവർ എന്ത് പറഞ്ഞു? അപ്പൊ ഇയാൾ പറഞ്ഞു അവരിങ്ങനെ 4 പെൺകുട്ടികളെ കെട്ടിച്ചാല് വളർത്തി വലുതാക്കിയുള്ള പോരിശകളും പുണ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മടവൂരിന്റെ അടുത്ത ചോദ്യം, നിങ്ങൾക്ക് എന്ത് വേണം? അപ്പൊ ഇയാൾ എനിക്കൊരു ആൺകുട്ടിനെ വേണം, ഞാൻ ആഗ്രഹത്തിൽ വന്നാണ്. എങ്കിൽ ആ കുട്ടിയെ ഞാൻ ആണാക്കിയിരിക്കുന്നു. ഭാര്യന്റെ ഗർഭത്തിലുള്ള കുട്ടി പെണ്ണായിരുന്നു, ആ കുട്ടിനെ മടവൂർ ആണാക്കിയിരിക്കുന്നു. ഇതെന്തോടോ ക്ലേ മോഡലിങ്ങോ? നമുക്ക് ആവശ്യമുള്ള രൂപത്തിലൊക്കെ രൂപം ഉണ്ടാക്കി തരാന്. അത്ഭുതം അവിടെ അല്ല, രസം അവിടെ അല്ല. പ്രസവിച്ചു, ഇയാളെ ഭാര്യ പ്രസവിച്ചു നോക്കുമ്പോ നല്ലൊരു പെൺകുട്ടി, കൗത്തും കയ്യും കണ്ണും മൂക്കും ചുണ്ടും താടിയും, പിന്നെ അതിന്റെ അടിയിലേക്ക് ഞാൻ ഇറങ്ങണില്ല, ഒക്കെ അടിപൊളി ഒരു ഒറിജിനൽ പെണ്ണ്. ഇവരാകെ അന്തം വിട്ടു. മടവൂർ ആണാക്കിയ സാധനങ്ങളെ പോയി കിടക്കണത് ഫുള്ള് പെണ്ണ്. ഇവരിങ്ങനെ സെർച്ച് ചെയ്തു, മുടി മുതൽ അടി വരെ അങ്ങനെ നോക്കി. നെറ്റി പെണ്ണിന്റെ, മൂക്ക് പെണ്ണിന്റെ, കണ്ണ് പെണ്ണിന്റെ, കവിള് പെണ്ണിന്റെ, ചുണ്ട് പെണ്ണിന്റെ, അങ്ങനെ നോക്കി നോക്കി അടിയെത്തിപ്പോ ഓ രക്ഷപ്പെട്ടു. ലിംഗം മാത്രം ആൺകുട്ടിന്റെ. ചെറുതെങ്കിലും ചെറുത് ഒരുപാട് സേങ്കിലും ഉണ്ടല്ലോ ആളിന്റെ. സൈക്കുന മടവൂർ. ഇത് നമ്മളെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ചിരുന്നല്ലോ. സ്ത്രീലിംഗത്തിൽ നിന്നും പുല്ലിംഗത്തിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞ മാതിരി ഇത് പുല്ലിംഗമായി മാറി. ലിംഗം മാത്രമാണ് പുരുഷന്റേത്, ബാക്കിയുള്ളതൊക്കെ പെണ്ണിന്റെ. ഇന്നും ഒരു പെണ്ണിന്റെ കോലാണല്ലത്. എവിടെ ആ കുട്ടി മര്യാദക്ക് പെണ്ണായിട്ട് ആ ഗർഭപാത്രത്തിൽ എടുക്കല്ലായിരുന്ന. എന്നിട്ട് മടവൂർ എന്ത് ചെയ്തു? അതിനെ ഞാൻ ആണാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആണാക്കിയോ? ആണും പെണ്ണും കൊട്ടവനാക്കി. ഇതല്ല കറാമത്ത്. ഇതൊരുമാതിരി അന്തജാത്ത ബംഗാളികളെ വീട്ടുപണിക്ക് വിളിച്ച മാതിരി ക്ലോസറ്റ് വെക്കുന്നിടത്ത് വാഷ് ബേസിനും വിറ്റിനടുത്ത് ക്ലോസറ്റും വെച്ച് അങ്ങനെ ഉണ്ടാവും. ആ പെണ്ണിലിപ്പോ മടവൂർ കാട്ടിയത് ബാക്കിയുള്ള എല്ലാ പാർട്സും പെണ്ണിന്റെ, ലിംഗം മാത്രം ആണിന്റെ. എന്ത് പ്രയോജനമാണ് അതുകൊണ്ട്? ഇതാണ് മടവൂരിന്റെ കറാമത്തിന്റെ ഒക്കെ കോലം. മനസ്സിലായോ? പൂച്ചനെ വലിച്ചെറിഞ്ഞ മാതിരിയാ. എങ്ങനെ എറിഞ്ഞാലും 4 കാലം മുതൽ എന്ന് പറഞ്ഞ മാതിരി മടവൂരുമായി ബന്ധപ്പെട്ട ആൾക്കാർ എന്ത് സംഭവിച്ചാലും ഒക്കെ മടവൂരിന്റെ കറാമത്ത്. ഇയാളാണ് കുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം, പ്രപഞ്ചത്തിന്റെ അച്യുതണ്ട്. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇയാൾ കുതുബുൽ ആലമായിരുന്നു. അന്നാണ് ഇപ്പൊ ഈ തോന്നിയാസം കാട്ടിയത്. ഒരു പെൺകുട്ടിനെ പിടിച്ചുകൊണ്ട് ആണും പെണ്ണും കൊട്ടാനാക്കി. മനസ്സിലായോ? ഇപ്പൊ നിയന്ത്രണമില്ല കേട്ടോ. ഇപ്പൊ കുത്തുബുല്ലാൽ എന്ന സ്ഥാനം മാത്രമേ ഉള്ളൂ, നിയന്ത്രണമൊന്നുമില്ല എന്നപ്പോ പോലെ വാദം കേട്ടോളി. മടവൂർ തങ്ങള് ഇപ്പോ കുത്തുബുല്ലാൽ എന്ന് പേര് പറയുമെങ്കിലും ഇപ്പൊ അവരല്ലല്ലോ കുത്തുബുല്ലാലം. മരിച്ചതിന്റെ ശേഷം അവർ മരിച്ചു കഴിഞ്ഞു. മരിച്ചതിന്റെ ശേഷം അവർക്ക് ഇങ്ങനെ ഈ കുത്തുബിനിക്കുള്ള നിയന്ത്രണം ഇല്ല. കുത്തുബിന്റെ നിയന്ത്രണം ഫുള്ളുള്ള നിയന്ത്രണമാണ്. ആ നിയന്ത്രണം മടവൂരിനില്ല. ഒരു വലിയ കഴിഞ്ഞു പോയ ഒരു കുത്തുബിനിക്കും അങ്ങനെയുള്ള നിയന്ത്രണം ഇല്ല. ആ മടവൂർ തങ്ങൾ മരിച്ചുപോയല്ലോ. നമ്മൾ കുത്തുബുല്ലാലം എന്നൊക്കെ ഇങ്ങനെ പറയെങ്കിലും കുത്തുബുല്ലാലത്തിനുള്ള നിയന്ത്രണം ഒന്നും ഇപ്പല്ല. കാരണം കുത്തുബുല്ലാലത്തിന്റെ നിയന്ത്രണം വലിയ നിയന്ത്രണമാണ്. മടവൂർ തങ്ങൾക്ക് ഇപ്പൊ ആ നിയന്ത്രണമൊന്നുമില്ല. പിന്നെന്താ? ഒരു പേര്, ഒരു സ്ഥാനം, പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലാത്തൊരു സ്ഥാനം. എന്ത് കാര്യമാണ് അതുകൊണ്ടുള്ളത്? ഇതൊരുമാതിരി വള്ളില്ലാത്ത ട്രൗസർ ഇട്ട മാതിരി. ട്രൗസർ ഇട്ടേക്കണോ വെച്ചിട്ടേക്കണ്. എന്നാ താങ്ങി നിർത്തേണ്ടതും താങ്ങി നിർത്താൻ പറ്റൂല. അതങ്ങനെ കീഞ്ഞാടിക്കൊണ്ടിരിക്കും. 2 കൈ കൊണ്ട് ആ ട്രൗസർ ഇങ്ങനെ താങ്ങി നടക്കണം. ആ ട്രൗസർ ഒരു ബാധ്യതയാണ്. വല്ല കാര്യം അതുകൊണ്ടുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ്. വള്ളില്ലാത്ത ട്രൗസർ പോലെയാണ് നിങ്ങൾ ഈ മടവൂരിന്റെ കുത്തുബുല്ലാൽ എന്നുള്ള സ്ഥാനം. സംഗതി കുത്തുബുല്ലാൽ എന്നുള്ള സ്ഥാനം പേരൊക്കെ ഉണ്ട്, പക്ഷെ ഒരു നിയന്ത്രണമില്ല. വള്ളില്ലാത്ത ട്രൗസർ. അതാണ് ഇപ്പത്തെ മടവൂരിന്റെ കുത്തുബുല്ലാലം. കുത്തുബുല്ലാൽ എന്നുള്ള പേരും പവറൊക്കെ ഉള്ള കാലത്ത് നടത്തിയ കോപ്പിരാട്ടികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കലാപരിപാടികളൊക്കെ. മനസ്സിലായോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് മടവൂർ. ഇതൊരു തലക്ക് വെളിവില്ലാതെ നടന്നിരുന്ന ഒരു മനുഷ്യൻ. അത് ഊതി വീർപ്പിച്ചൊരു ബലൂണാണ്, വേറെ ഒന്നുമല്ലത്. ഈ മൊല്ലാക്കന്മാര് കണ്ടതും കേട്ടതും കേട്ടതും കണ്ടതും അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളെ മുമ്പിൽ ഓല വക കുറച്ച് മസാലയും കൂട്ടിയിട്ട് ജനങ്ങളെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുക. അങ്ങനെ ഊതി വീർപ്പിച്ചൊരു ബലൂണാണ് ഈ മടവൂർ. അതിപ്പോ ഏകദേശം കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ 1-2 കൊല്ലായിട്ട് വലിയ വലിയ കറാമത്തുകളൊന്നും പുറത്തു വരുന്നില്ല. കാരണം എന്താ പറയുക, പൊതുജനങ്ങൾക്ക് മനസ്സിലായി അള്ളാന്റെ ഔലിയാക്കൾ ഇങ്ങനൊന്നുമല്ല. ഇവർ പറയുന്ന ഈ മടവൂർ കഥകൾ വെറും കാർട്ടൂൺ കഥാപാത്രങ്ങളും കഥകളും മാത്രമാണെന്നുള്ളത്.
ഞങ്ങളല്ല ഔലിയാക്കളെ മാനം കെടുത്തിയത്. ഔലിയാക്കൾ എന്ന സങ്കല്പത്തെയും ആ വിശ്വാസത്തെയും പൊതുസമൂഹത്തിൽ താറടിച്ചതും നാണം കടത്തിയതും ഈ സമസ്ത പുരോഹിത മൊല്ലമാരാണ്. ഔലിയാക്കളെ ചീത്തറിഞ്ഞു ഞങ്ങളെ മണ്ടയ്ക്ക് കയറാൻ വരണ്ട. നിങ്ങൾ ഈ മടവൂരിനെ കുറിച്ച് പറഞ്ഞു കൂട്ടിയത് അത്രത്തോളം ഭാഷാത്തരങ്ങൾ വേണ്ട, ഇനിയും വരാണ്ട്. ഇൻഷാ അല്ലാഹ് അത് വരും എപ്പിസോഡുകളിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.